എന്താണ് അപ്പനടുത്ത അടുക്കളെ നല്ല ക്ലാസ് ഉണ്ട് അതാണ്. കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എന്താ മാതാജി ക്ലാസ്സില്? ഹരേഷ്ണ മാതാജി എന്താ പറഞ്ഞത് മാതാജി? മ്യൂട്ടാ മാതാജി, മ്യൂട്ടാ. ക്ലാസിന്റെ ലിങ്കിൽ എന്തോ മാറ്റേണ്ടത് മെസ്സേജ് കണ്ടു. ഞാൻ വിചാരിച്ചു ഈ ലിങ്കാണോ മാതാജി. ഈ ലിങ്കിലാ ക്ലാസ്, അതില് വേറെ ക്ലാസ് ഉണ്ട് ഇപ്പൊ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിന്റെ ഭക്തിരസാമൃത സിന്ധു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. നമ്മൾ ഇന്നലെ 6-ാമത്തെയും 5-ാമത്തെ അധ്യായം കണ്ടിരുന്നു. അതില് എന്താണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്? അത് 64 തത്വങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ? ഇന്നലെ 6-ാമത്തെ അധ്യായത്തില് പാലിക്കേണ്ട ഭക്തിര സേവനം നിർവഹിക്കുമ്പോൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഭക്തിര സേവനത്തിന്റെ പരിശുദ്ധി, അതില് ഭാഗവതത്തിലെ കുറെ ശ്ലോകങ്ങൾ വെച്ചിട്ട് നമുക്ക് അതും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ 64 തത്വങ്ങളില് മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 ഏതൊക്കെയാ പറഞ്ഞത്? മൂർത്തിയാരാധന, ഭാഗവത ശ്രവണം, ഭക്തജന സംസർഗം, സങ്കീർത്തനം, മധുരാവാസം എന്നിവ സർവാധിക പ്രാധാന്യം വഹിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട 5 അല്ലെ? അതാണ് നമ്മള് പറഞ്ഞത്. ഹരേ കൃഷ്ണ. അപ്പൊ ഇനി അധ്യായം 7. ഇന്നലെ പഞ്ചമഹായജ്ഞം പറഞ്ഞിട്ടുണ്ടായിരുന്നത് 3-ാമത്തെ അധ്യായത്തില് 12-ാമത്തെ ശ്ലോകത്തിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഇന്ന് 7-ാമത്തെ അധ്യായം എന്താണ്? ഭക്തി തത്വങ്ങളെ സംബന്ധിച്ച തെളിവുകള്. ഭക്തി തത്വങ്ങളെ കുറിച്ച് പറയുന്ന തെളിവുകളെ കുറിച്ചാണ് 7-ാമത്തെ അധ്യായത്തില് പറഞ്ഞത്. നമുക്ക് ഈ ഭക്തിരസാമൃത സിന്ധുവിൽ ഓരോ അധ്യായത്തിലും ഭക്തിയുടെ കൂടുതൽ നമുക്ക് പറഞ്ഞു തരാണ്. അതിന് കുറെ തെളിവുകൾ വെച്ചിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. രൂപ ഗോസ്വാമിയുടെ പുസ്തക രചനയാണിത്. നമ്മൾ പറഞ്ഞു ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദർ അഭയചരൺ. ശ്രീല പ്രഭുപാദരുടെ മുഴുവൻ പേരെന്താ? ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ മുഴുവൻ പേരെന്താ അറിയാവോ ആർക്കെങ്കിലും? അഭയചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ സ്വാമികൾ. അഭയചരണാരവിന്ദ അല്ലെ? കൃഷ്ണ കൃപാമൂർത്തി ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദർ അല്ലെ? അഭയചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദർ, അതാണ് അദ്ദേഹത്തിന്റെ മുഴുവനായിട്ടുള്ള പേര്.
അപ്പൊ അദ്ദേഹമാണ് നമുക്കിത് വിവർത്തനം ചെയ്തു തന്നിരിക്കുന്നത്. ഇതില് ഓരോ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കാം. രൂപഗോസ്വാമി ഇതിലെ ഓരോന്നിലും പല പല പുരാണങ്ങള് അല്ലെങ്കിൽ ഭാഗവതത്തിന്റെ ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് ഇതിനെ ഓരോ തെളിവുകൾ കാണിച്ചു തരുന്നത്, പറഞ്ഞു തരുന്നത്. അത് അത്രയും ഭക്തിയുത സേവനത്തിന്റെ ആ പ്രാധാന്യം, അതിന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്നത് ഓരോ ആചാര്യന്മാരുടെ അല്ലെങ്കിൽ ഓരോ പുരാണങ്ങള് അതൊക്കെ വെച്ചിട്ടാണ്. അപ്പൊ ഇത്രയും ഗ്രന്ഥങ്ങളിലൂടെ മനസ്സിലാക്കി പഠിച്ചതിന് ശേഷമാണ് എന്ത് രചിക്കുന്നത്, ഭക്തിരസാമൃത സിന്ധു രചിക്കുന്നത്. നമുക്കിപ്പോ ഒരു പുസ്തകം തന്നെ നമുക്ക് അറിയുന്നില്ല, ഓർമ്മ നിൽക്കുന്നില്ല. അത്രയും ബുദ്ധിമാന്മാരായിരുന്നു ആര്, അന്നത്തെ ആചാര്യന്മാരെന്നും കൂടി നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ആ ഗുരുപരമ്പരയിൽ ആരൊക്കെയുള്ളത് നമുക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ ഗുരുപരമ്പരയിൽ 5 പേര് ഏറ്റവും പ്രധാനപ്പെട്ട ലാസ്റ്റ് നമ്മൾ ശ്രീലപ്രഭാതർ തൊട്ട് പറയുന്നില്ലേ, ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഗുരുപരമ്പര പഠിച്ചതായിട്ട് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? എന്തൊക്കെയാണ്? ഒന്ന് ശ്രീലപ്രഭാതര്. ശ്രീലപ്രഭാതരുടെ ഗുരു ആരാണ്? ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ്. അദ്ദേഹത്തിന്റെ മോളിൽ പിന്നാരെ വരുന്നത് ഗൗരകിഷോർ ദാസ് ബാബാജി. അതിന്റെ മുകളില് ഭക്തി വിനോദ ഠാക്കൂർ. അതിന്റെ മുകളില് ആരാണ്? ജഗന്നാഥ് ദാസ് ബാബാജി. അങ്ങനെയാണ് ആ പരമ്പര ഇങ്ങനെ അങ്ങനെ വരുന്നത്. നമ്മളെ ഭഗവത്ഗീതയിൽ നമ്മൾ പറയുന്നുണ്ട്, ലാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റിലല്ല ഫ്രണ്ടില് നമ്മൾ ആചാര്യന്മാരുടെ പേരുകളിൽ 32ാമത്തെ ആചാര്യനാണ് ശ്രീലപ്രഭാത് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. 24ാമത്തെ ആചാര്യനറ്റ് ചൈതന്യ മഹാപ്രഭു. പിന്നെ 32ആണ് ഭക്തി വിനോദ്, നമ്മളെ ആരാണ്? ശ്രീലപ്രഭാതർ. അവിടുന്ന് 5 പേരുടെ നമ്മൾ മെയിൻ ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ലാസ്റ്റത്തെ 5 പേരുടെ പേര് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. അല്ല നോക്കിക്കോളാട്ടോ അത്. ഹരേ കൃഷ്ണ. ഭക്തി തത്വത്തിന്റെ സംബന്ധിച്ച തെളിവുകൾ. ഒരു യഥാർത്ഥ ആത്മീയ ഗുരുവിന്റെ ആശ്രയം സ്വീകരിക്കൽ. ഇന്ന് വളരെ കുറവാണല്ലോ ക്ലാസ്സില്. എന്തെങ്കിലും കാരണമുണ്ടോ? ഒന്ന് മഴയോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോന്ന്? ഇല്ല മാതാജി, ഇല്ല, അങ്ങനെയൊന്നുമില്ല. രേണു രേണുക മാതാജിയും പിന്നെ വേറൊരു മാതാജി മറ്റേ ലിങ്കിൽ ഉണ്ടായിരുന്നു. ഞാൻ ഇറങ്ങാൻ പറഞ്ഞിട്ട് കേൾക്കാണ്ടായപ്പോ ഞാൻ ക്ലോസ് ചെയ്ത് പോന്നു. തിരിച്ചിങ്ങോട്ട് എത്തിയിട്ടില്ലല്ലോ അവര്. ക്ലാസ്സിൽ കയറി ഇരിക്കുന്നുണ്ടായിരുന്നു മറ്റേ ലിങ്കില്. ഹരേ കൃഷ്ണ. ശനിയാഴ്ചയാണെന്നില്ല, അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ശനിയും ഞായറും പൊതുവെ കുറച്ചൊരു ഇതുണ്ടാവുമല്ലോ. ഭക്തി തത്വങ്ങളെ സംബന്ധിച്ച തെളിവുകൾ. ഒരു യഥാർത്ഥ ആത്മീയ ഗുരുവിന്റെ ആശ്രയം സ്വീകരിക്കൽ. ശ്രീമദ് ഭാഗവതം 11ാം സ്കന്ധം 3ാം അധ്യായത്തിലെ 21ാം ശ്ലോകത്തിൽ 11ാമത്തെ സ്കന്ധം 3ാം അധ്യായം 21ാം ശ്ലോകത്തിൽ പ്രബുദ്ധ മഹർഷി നിമി മഹാരാജാവിനോട് പറയുന്നു, രാജൻ, ഭൗതിക ലോകത്ത് സുഖമില്ലെന്നുള്ള സത്യം ഉറപ്പുവരുത്തുക. കഷ്ടപ്പാടുകൾ നിറഞ്ഞ അവസ്ഥ മാത്രമുള്ള ഈ ഭൗതിക ലോകത്ത് സുഖമുണ്ടെന്ന് ചിന്തിക്കുന്നത് തന്നെ തെറ്റ്. യഥാർത്ഥ സുഖം നേടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരു യഥാർത്ഥ ആത്മീയ ആചാര്യനെ കണ്ടെത്തി അദ്ദേഹത്തിൽ നിന്ന് ചര്യാക്രമം മനസ്സിലാക്കി അദ്ദേഹത്തിൽ അഭയം തേടണം. ഈ ഭൗതിക ലോകം എങ്ങനെയുള്ളതാണ്? ദുഃഖാലയമാണ്, കാരാഗ്രഹമാണ്, കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ് ഇവിടെ ഭൗതിക ലോകം എന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ സുഖം കിട്ടില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്താം. കഷ്ടപ്പാടുകൾ നിറഞ്ഞൊരവസ്ഥ മാത്രമാണ് ഈ ഭൗതിക ലോകത്തുണ്ടെന്നത്. ആ സുഖം കിട്ടുമെന്ന് ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ്. അപ്പൊ യഥാർത്ഥ സുഖം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഒരു ആത്മീയ ആചാര്യനെ കണ്ടെത്തി അദ്ദേഹത്തിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മുടെ ചര്യകൾ ഒക്കെ മനസ്സിലാക്കി അദ്ദേഹത്തെ അഭയം തേടണം. ഒരു യഥാർത്ഥ സുഖം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആത്മീയ ആചാര്യനെ സ്വീകരിക്കേണ്ടത്, ആശ്രയിക്കേണ്ടത് അത്യാവശ്യമാണ്. ഭൗതിക പരിഗണനകളെല്ലാം മാറ്റിവെച്ച് ആത്മാർപ്പണം നടത്തിയ മഹാത്മാക്കളെല്ലാം യഥാർത്ഥ ഗുരുക്കന്മാരാണ്. ആത്മീയ പരമാനന്ദത്തിലേക്ക് സ്വയം തിരിച്ചുവിടപ്പെടുക എന്ന പരമോന്നത ലക്ഷ്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇത്തരം ഒരു ഗുരുവിനെ കണ്ടെത്താൻ ശ്രമിക്കണം. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ആത്മീയമായിട്ട് ആ പരമോന്നത ലക്ഷ്യം, ആ ഭഗവാനെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു ഗുരുവിനെ കണ്ടെത്താൻ ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ആത്മീയമായ അറിവ് നേടി ആ ഗുരുവിന് എന്ത് സാധിക്കും? നമ്മളെ പരമാനന്ദത്തിലേക്ക് തിരിച്ചുവിടാനായിട്ട് സാധിക്കും. അവര് യഥാർത്ഥ ഗുരുക്കന്മാരാണ്, ആ ഭഗവാൻ ആത്മാർപ്പണം ചെയ്തവരാണ്, അവർക്ക് അറിയാം, ആ പരമസത്യം കണ്ടെത്തിയവരാണ് അവർ. അവർക്കാണ് നമ്മളെ എവിടേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്? ഭഗവാനുമായിട്ട് ബന്ധിപ്പിക്കാൻ സാധിക്കുന്നത്. ആ ചങ്ങലയാണ് നമ്മുടെ, ആ ഗുരുപരമ്പരയുടെ ചങ്ങലയാണ്. ആ ചങ്ങലയിലൂടെ നമുക്ക് എന്ത് സാധിക്കാണ്? ഇപ്പൊ നമ്മളുടെ ഗുരു, ആ ഗുരു ആരായിട്ട് കണക്ട് ചെയ്യാണ്? അദ്ദേഹത്തിന്റെ ഗുരുവായിട്ട് കണക്ട് ചെയ്യാണ്.
ഭഗവത്ഗീത അടുത്തുണ്ട് ആരെങ്കിലും കയ്യില്? അടുത്താരെങ്കിലും ഇരിക്കുന്നുണ്ടോ ഭഗവത്ഗീത? ഇവിടെ ഉണ്ട് അടുക്ക്. ഹരേ കൃഷ്ണ. ഉണ്ട് മാതാജി. ഞാൻ എടുത്തു. അപ്പൊ ഭഗവത്ഗീതയില് നമ്മള് ഫ്രണ്ടില് അല്ലെ ഗുരു പരമ്പര പറയുന്നത് അധ്യായം തുടങ്ങണതിന് മുന്നേ ഒന്നാമത്തെ അധ്യായത്തിന്റെ ഇപ്പുറത്തെ സൈഡിൽ ഗുരു പരമ്പര കാണുന്നില്ലേ? ഗുരുശിഷ്യ പരമ്പര. അതില് നമ്മൾ പറഞ്ഞ എന്താണ്? നമ്മളെ ആത്മീയമായിട്ട് ഭഗവാനായിട്ട് കണക്ട് ചെയ്യാൻ ആർക്കാ സാധിക്കുന്നത്? ഒരു ഗുരുവിനാണ് സാധിക്കുന്നത്. അപ്പൊ ആ ഗുരു നമ്മളൊരു ഗുരുവിനെ സ്വീകരിക്കുമ്പോൾ ആ ഗുരു നമ്മൾ ആരായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കും? അദ്ദേഹത്തിന്റെ ഗുരുവായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കും. അതൊരു ചങ്ങലയാണിത്. അദ്ദേഹത്തിന്റെ ഗുരുവായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കും. അദ്ദേഹത്തിന്റെ ഗുരുവായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കും. ആ ഗുരു പരമ്പര നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതിങ്ങനെ പോയി ലാസ്റ്റ് അത് ആരിലേക്ക് എത്തും? ഭഗവാൻ കൃഷ്ണനിലേക്ക് അല്ലെ? അപ്പൊ നമുക്ക് ആ ഗുരു പരമ്പരയിലൂടെ നമ്മള് ഒരു ഗുരുവിനെ സ്വീകരിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ് അവിടെ പറയുന്നത്? നമുക്ക് നേരിട്ട് ഭഗവാനെ പിടിക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്? നമുക്ക് അതിനുള്ള യോഗ്യതകളില്ല, നമുക്ക് അതിനുള്ള കഴിവില്ല. അപ്പൊ നമുക്ക് എന്തേ സാധിക്കുള്ളൂ? ആ ഗുരുവിലൂടെ, ആ ഗുരുവാണ് വാക്ക് കൊടുത്തരുന്നത്, നമ്മളെ ഭഗവാനുമായിട്ട് ബന്ധിപ്പിക്കും എന്ന് നമുക്ക് ഗുരു വാക്ക് തരാണ്. ഗുരു നമ്മളെ ഭഗവാനുമായിട്ട് ബന്ധിപ്പിക്കാണ്. അതിന് ഗുരു പറയുന്ന ഒരു കണ്ടീഷൻ എന്താണ്? യമനിയമങ്ങൾ പാലിക്കുക, 16 റൗണ്ട് നാമം ജപിക്കുക. നമ്മൾ കൊടുക്കുന്ന വാക്ക് എന്താണത്? നമ്മള് ദീക്ഷ സ്വീകരിക്കുക. അതായത് ഒരു ഗുരുവിനെ നമ്മൾ സ്വീകരിക്കുമ്പോ നമ്മളോട് ഗുരു പറയുന്നത് ഈ കലിയുഗത്തിലെ യജ്ഞം എന്താണ്? ഹരിനാമ സങ്കീർത്തനം, ഭഗവാന്റെ നാമം ജപിക്കുക. നമ്മളോട് നാമം ജപിക്കാനാ പറയുന്നത്. ഹരിനാമ ദീക്ഷയാണ് നമുക്ക് തരുന്നത്. നമ്മൾ നാമം ജപിക്കുക, 16 റൗണ്ട് നാമം ജപിക്കുക, യമനിയമങ്ങൾ പാലിക്കുക. അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ തെറ്റുകളുടെയും ഉത്തരവാദിത്തം ആരെ ഏറ്റെടുക്കാണ്? ഗുരു ഏറ്റെടുത്ത് നമ്മൾ പതിതാത്മാക്കളാണ്. അങ്ങനത്തെ ആത്മാക്കളാണ്. അതായത് നമുക്ക് എന്തില്ല, നമ്മള് കലിയുഗ ആയതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു കലിയുഗത്തിലുള്ള ജനങ്ങൾ എങ്ങനെയുള്ളവരാണെന്ന് പറഞ്ഞു. എന്താ പറയാ, മന്ദാസു മന്ദമതയ അല്ലെ? കലിയുഗത്തിലുള്ളവര് മന്ദബുദ്ധികളാണ്. എന്ന് പറയുന്നത് നമ്മൾ വഴക്കാളികളാണ്, ശരിയായ രീതിയിൽ നമുക്ക് ജീവിക്കാനായിട്ട് അറിയാത്തവരാണ്. അങ്ങനെയുള്ളവരാണ് കലിയുഗത്തിലുള്ളവര്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് സാധിക്കും? നമ്മളെ ആര് സഹായിക്കുകയാണ് അവിടെ? ഗുരു സഹായിക്കുകയാണ്. അപ്പൊ ആ ഗുരുവിനാണ് നമ്മ കൊടുക്കുന്ന വാക്ക്. ദീക്ഷ എടുക്കുമ്പോൾ നമ്മളൊരു പ്രതിജ്ഞ എടുക്കുന്നത് 16 റൗണ്ട് നാമം ജപിക്കാനും യമനിയമങ്ങൾ പാലിക്കാനും മാത്രമാണ്. അതാണ് നമ്മളിൽ നിന്ന് ഗുരു മേടിക്കുന്ന ഒരു ഉറപ്പ്. ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഗുരു നമുക്ക് തരുന്ന ഉറപ്പ് എന്താണ്? നമ്മളെ ഭഗവാനുമായിട്ട് ബന്ധിപ്പിക്കും. നമ്മള് എത്ര സമയമെടുക്കും ഇവിടെ നിന്ന് പോകാന്ന് വെച്ചാൽ അതുവരെ ഗുരു വരേണ്ടി വരും നമ്മളെ കൊണ്ടുപോകാനായിട്ട്. കാരണം ഗുരുവിന്റെ ഉത്തരവാദിത്തമാണ് നമ്മളെ ഭഗവാനായിട്ട് കണക്ട് ചെയ്യിക്കാന്നുള്ളത്. അപ്പൊ അതൊരു ഉറപ്പ് നമുക്ക് തരും. നമ്മൾ അതിന് പകരം നമ്മൾ കൊടുക്കുന്ന ഉറപ്പ് എന്താണ്? നമ്മൾ 16 റൗണ്ട് നാമം ജപിക്കുക, യമനിയമങ്ങൾ പാലിക്കുക. അപ്പൊ നമ്മള് പറയുമ്പോ എങ്ങനെയാണ് ആ കണക്ഷൻ വരുന്നത്? ഒരു ചങ്ങലയാണ്. ഭഗവാൻ കൃഷ്ണൻ ബ്രഹ്മാവിന്, നാരദ മഹർഷി, വ്യാസൻ, മധ്വാചാര്യര്, പിന്നെ ആരാണ്? പത്മതീർത്ഥര്, നരഹരി തീർത്ഥര്, മാധവാചാര്യര്, അക്ഷോഭ്യ തീർത്ഥർ, ജയതീർത്ഥർ, ജ്ഞാനസിന്ധു, ദയാനിധി, വിദ്യാനിധി, രാജേന്ദ്രൻ, ജയധർമ്മൻ, പുരുഷോത്തമ തീർത്ഥർ, ബ്രാഹ്മണ്യ തീർത്ഥർ, വ്യാസതീർത്ഥർ, ലക്ഷ്മിപതി, മാധവേന്ദ്രപുരി, ഈശ്വരപുരി. ഇതില് മാധവേന്ദ്രപുരി തൊട്ടാണ് ആ പ്രേമഭാവത്തിലുള്ള ആരാധനയുടെ രീതി നമ്മളിൽ മാറ്റി വന്നിട്ടുള്ളത്. ഈശ്വരപുരി, ചൈതന്യ മഹാപ്രഭു, രൂപഗോസ്വാമി, സനാതന ഗോസ്വാമി ഒക്കെ, രഘുനാഥ ജീവ ഗോസ്വാമി, കൃഷ്ണദാസ ഗോസ്വാമി, നരോത്തമ ഗോസ്വാമി, വിശ്വനാഥ ചക്രവർത്തി, ബലദേവ ജഗന്നാഥർ, ഭക്തി വിനോദർ, ഗൗരകിഷോർദാസ്, പിന്നെ ഭക്തി സിദ്ധാന്ത സരസ്വതി, AC ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദർ. അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ട് വന്നിരിക്കുന്നത് ജയപതാക സ്വാമി മഹാരാജ്. ഇപ്പോ ഉള്ള ഗുരു എന്ന് പറയുന്നത് ജയപതാക സ്വാമി മഹാരാജ്. അപ്പൊ ജയപതാക സ്വാമി മഹാരാജാണ് ഇപ്പൊ നമ്മളിലേക്ക് ഗുരു. അപ്പൊ ആ ഗുരു അദ്ദേഹത്തിന്റെ ഗുരു ആരാണ്? ഭക്തി വേദാന്ത സ്വാമി. ജയപതാക സ്വാമി ഗുരു മഹാരാജ് ഇപ്പോഴും ഉണ്ട്. ഗുരു മഹാരാജ്. പിന്നെ അദ്ദേഹത്തിന്റെ ഗുരുവാണ് ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദർ. അദ്ദേഹത്തിന്റെ ഗുരു ഭക്തി സിദ്ധാന്ത സരസ്വതി. അദ്ദേഹത്തിന്റെ ഗുരു ഗൗരകിഷോർ, ഭക്തി വിനോദ്. അത് ആദ്യത്തെ ലാസ്റ്റത്തെ 5 എണ്ണം 4 അല്ലേ?
അല്ല 5 ജഗന്നാഥ് ദാസ് പാപ്പാജി വരെ ഉള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ ഇങ്ങനെ ആ ഗുരുപരമ്പരയിലൂടെയാണ് നമ്മളെ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ആ പരമ്പര നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോ നമ്മളെ ഗുരു എന്ത് ചെയ്യണം? ഭഗവാനിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുകയാണ്. മതപരമായ അനുശാസനം എന്തെന്ന് അറിഞ്ഞുകൂടാത്ത, സംശയത്തിക്ക് തക്ക സ്വഭാവമുള്ള, ഭക്തിയുടെ സേവനത്തിന്റെ തത്വങ്ങൾ അനുസരിക്കാത്ത, ഇന്ദ്രിയ സംതൃപ്തനത്തിന് സഹായിയായി വർത്തിക്കുന്ന 6 ശക്തികളുടെ സ്വാധീനത്തെ കീഴ്പ്പെടുത്താത്ത ഒരു 1-കിട വങ്കനെ ആരും ആത്മീയ ഗുരുവായി സ്വീകരിക്കരുത്. ഒരു ആത്മീയ ഗുരുവിന് വേണ്ട യോഗ്യതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉപദേശാമൃതം ഫസ്റ്റത്തെ ശ്ലോകം. വാചോവേഗം, മനസാ ക്രോധവേഗം, ജിഹ്വാവേഗം, മുദ്ര ഉപസ്ഥവേഗം, ഏതാൻ വേഗാൻ യാവിഷഹേദ തീരഹ സർവമപി മാം പൃഥിവീം ശിഷ്യ. അല്ലെ? വാക്ക്, മനസ്സ്, ക്രോധം, ജിഹ്വ, ഉത്തരം, ഉപസ്ഥം. ഈ 6 കാര്യങ്ങളുടെ ത്വരയെ നിയന്ത്രിക്കാൻ സാധിക്കുന്നവന് ധീരനാണ്. അവനെന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഭൂമിയെ മുഴുവൻ ശിഷ്യപ്പെടുത്താൻ സാധിക്കും. ഗുരുവായിരിക്കേണ്ട യോഗ്യതകൾ അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തിയായിരിക്കണം നമ്മൾ ഗുരുവായിട്ട് സ്വീകരിക്കേണ്ടത്. ആത്മീയ ആചാര്യം എന്നുള്ള പ്രാരംഭ ഉപദേശ സ്വീകരണവും നിർദ്ദേശങ്ങൾ കൈക്കൊള്ളലും. പ്രബുദ്ധം മഹർഷി തുടരുന്നു. രാജൻ, ശിഷ്യൻ ആത്മീയ ഗുരുവിനെ സ്വീകരിക്കുന്നത് കേവലം ഗുരുവായിട്ട് മാത്രമല്ല, പരമാത്മാവായ ഭഗവാന്റെ പ്രതിനിധിയായിട്ട് കൂടിയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ശിഷ്യൻ ഗുരുവിനെ ദൈവമായിട്ടാണ് കരുതേണ്ടത്. കാരണം കൃഷ്ണന്റെ ബാഹ്യരൂപം തന്നെയാണ് ആത്മീയ ഗുരു. എല്ലാ മതഗ്രന്ഥങ്ങളും ഇത് ഉറപ്പിച്ചു പറയുന്നു. ശ്രീമദ് ഭാഗവതം കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നത് ഭഗവത് പ്രേമത്തിന്റെയും ഭഗവത് സേവനത്തിന്റെയും വിധാനത്തിലേക്ക് ഉയർത്തപ്പെടുമെന്ന മതപരമായ പ്രക്രിയയുടെ മുഖ്യ ഭാഗമാണ്. ഇപ്പോ ഒരു ഗുരുവിനെ സ്വീകരിക്കേണ്ടത്, നമ്മൾ പറഞ്ഞു ഗുരു എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ പ്രതിനിധിയായിട്ടല്ല, ഭഗവാൻ തന്നെയായിട്ടാണ് ആരെ പറയുന്നത്? ഗുരുവിനെ പറയുന്നത്. ഭഗവാന്റെ ആ ബാഹ്യരൂപം നമുക്ക് കാണാൻ സാധിക്കുന്ന ഭഗവാന്റെ രൂപമാണ് ആര്? ആത്മീയ ഗുരു എന്ന് പറയുന്നത്. എല്ലാ മതഗ്രന്ഥങ്ങളിലും ശാസ്ത്രങ്ങളിലും ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യമാണ്. ഗുരുവിലൂടെ മാത്രമേ നമുക്ക് എന്ത് സാധിക്കുന്നുള്ളൂ? ഭഗവാനെ അറിയാനായിട്ട്, ഭഗവാനിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പൊ നമ്മള് ആ ഗുരുവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ ഭാഗവതം വായിക്കുക, കേൾക്കുക. ഇത് നമുക്ക് എന്ത് സാധിക്കാണ്? ഭഗവാനോടുള്ള ഒരു പ്രേമത്തിന്റെയും സേവനത്തിന്റെയും വിധാനത്തിലേക്ക് ഉയർത്തപ്പെടാനായിട്ട് മുഖ്യമായിട്ടുള്ള ഒരു ഭാഗമാണ് ഭാഗവതം കേൾക്കുക, വായിക്കുക എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ ഗ്രന്ഥങ്ങളിലും ഉറപ്പിച്ചു പറയുന്നത് എന്താണ്? ഗുരു എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് എന്ന് നമ്മൾ. അപ്പൊ ദൈവമായിട്ടായിരിക്കണം നമ്മൾ ആരെ കാണേണ്ടത്? ഗുരുവിനെ കാണേണ്ടത്. ഭക്തി വിശ്വാസങ്ങളോടുള്ള ആചാര്യ സേവ. ആത്മീയ ആചാര്യന്റെ പ്രാരംഭോപദേശത്തെ സംബന്ധിച്ച് ശ്രീമദ് ഭാഗവതം 11-ാം സ്കന്ധം 7-ാം അധ്യായം 27-ാം ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു: ഉദ്ധവരെ, ആത്മീയ ഗുരുവിനെ എന്റെ പ്രതിനിധിയായിട്ടല്ല ഞാനായിട്ട് വേണം സ്വീകരിക്കാൻ. ഇവിടെ എന്താ പറയണത്? ഗുരു പറയുന്നത് ഗുരുവിനെ ഭഗവാനായിട്ട് വേണം സ്വീകരിക്കാൻ. അല്ലാണ്ട് ഭഗവാന്റെ പ്രതിനിധിയല്ല ഗുരു. ആര് തന്നെയാണ് ഗുരു? ഭഗവാൻ തന്നെയാണ് ഗുരു. ആ ഗുരുവിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ആ ഗുരു എന്ന് പറയുന്നത് ഈ ഭൗതിക ലോകത്തിൽ കഷ്ടപ്പെടുന്ന എല്ലാ ജീവാത്മാക്കളെയും ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കാനായിട്ട് ഭഗവാൻ പറഞ്ഞയച്ചിരിക്കുന്ന വ്യക്തിയാണ് ആ ഗുരു. അങ്ങനെയുള്ള ഒരു വ്യക്തി, അതായത് ആത്മസാക്ഷാത്കാരം നേടിയ ആ വ്യക്തി, ആ സത്യം കണ്ടറിഞ്ഞ വ്യക്തിക്ക് മാത്രമേ ഭഗവാനായിട്ട് കണക്ട് ചെയ്യിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മളിവിടേക്ക് വിട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആ ഗുരുവിലൂടെ നമ്മളെ തിരിച്ചു കൊണ്ടുപോകാം. അതാണ് ആരെ കൊണ്ട് ചെയ്യിക്കുന്നത്? ഗുരുവിനെ കൊണ്ട് ഭഗവാൻ ചെയ്യിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ പ്രതിനിധിയല്ല, ഭഗവാൻ തന്നെയാണ് ആ ഗുരു. ഒരു സാധാരണ മനുഷ്യന്റെ നിലയിൽ ഒരിക്കലും അദ്ദേഹത്തെ കരുതരുത്. ഒരിക്കലും ആത്മീയ ആചാര്യനോട് അസൂയയോ ഈർഷ്യയോ പ്രകടിപ്പിക്കാൻ പാടില്ല. ഭഗവാന്റെ പ്രതിനിധിയായിട്ട് എപ്പോഴും അദ്ദേഹത്തെ കാണാൻ സാധിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ ഗുരുവിനെ എങ്ങനെ കാണണം? ഭഗവാന്റെ പ്രതിനിധിയായിട്ട് കാണണം. നമ്മള് ഗുരുവിനെ സന്തോഷിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ സന്തോഷിക്കും. നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ആരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കേണ്ടത്? ഭഗവാന് സന്തോഷമായൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷെ ഗുരുവിനെ സന്തോഷിപ്പിക്കാൻ നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ സന്തോഷിക്കും. ഗുരുവിനെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുരുവിന് കുറെ പൈസ കൊടുക്കുക, കുറെ ഡ്രസ്സ് കൊടുക്കുക, അല്ലെങ്കിൽ കുറെ സംഭാവന കൊടുക്കുക, ഡൊണേഷൻ കൊടുക്കുക, അതല്ല. ഗുരുവിന് സന്തോഷം ഉണ്ടാവണ എപ്പോഴാണ്? നമ്മള് ഭഗവാന്റെ സേവനം ചെയ്ത് കാണുമ്പോഴാണ് ഗുരു സന്തോഷിക്കുന്നത്. നമ്മള് ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് നമ്മൾ ബോധിപ്പിക്കാനല്ലാതെ
ഭഗവത് സേവനം ചെയ്യുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭാഗവതം ക്ലാസ് അറ്റൻഡ് ചെയ്യുക, ഭക്തിയുടെ സേവനങ്ങൾ ചെയ്യുക, നമ്മളെല്ലാവരും മറ്റുള്ളവരുടെ ഒരു സഹകരണ മനോഭാവത്തോടു കൂടി പോകുക. അതായത് പ്രത്യക്ഷത്തില് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഗുരുവിന് സന്തോഷം വരും. കാരണം ആ ഗുരുവിന്റെ ആ ശിഷ്യൻ നല്ല രീതിയിലാണ് എല്ലാം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ ഗുരുവിന് സന്തോഷം ഉണ്ടാവും. ഗുരു സന്തോഷിച്ച ആര് സന്തോഷിക്കും? ഭഗവാൻ സന്തോഷിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും എന്താ ചിന്തിക്കേണ്ടത്? ഗുരുവിനെ സന്തോഷിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പുണ്യാത്മാക്കളുടെ കാലടികളെ പിന്തുടരുക. മൺമറഞ്ഞ ആചാര്യന്മാരെയും പുണ്യാത്മാക്കളെയും പിന്തുടരാൻ സ്കന്ദപുരാണം ഉപദേശിക്കുന്നുണ്ട്. മുന്നോട്ടുള്ള പോക്കിൽ ചതിവിനോ ദുഃഖത്തിനോ ഇടവരാതെ ഉദ്ദിഷ്ട ലക്ഷ്യം നേടാൻ അത് വളരെ സഹായകമാകുന്നുവെന്ന് വേണം കരുതാൻ. ബ്രഹ്മയാമളം ഇങ്ങനെ പറയുന്നു: പ്രമാണങ്ങളും അംഗീകൃത മതഗ്രന്ഥങ്ങളും അനുസരിക്കാതെ താനൊരു മഹാഭക്തനാണെന്ന് നടിക്കുന്നവരുടെ പ്രവർത്തികൾ ഭക്തിയുടെ സേവനത്തിൽ പുരോഗതി ഉണ്ടാക്കുമെന്ന് ഒരിക്കലും കരുതേണ്ട. മറിച്ച് ആത്മാർത്ഥമായി ഭക്തിയുടെ സേവനം ചെയ്യുന്നവർക്ക് ശല്യം ഉണ്ടാക്കാൻ അത് സഹായിക്കൂ. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആചാര്യന്മാരുടെ കാൽവടിപ്പാടുകൾ പിന്തുടരുന്ന പറയുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആചാര്യന്മാർ, ഇപ്പൊ രൂപഗോസ്വാമിയൊക്കെ അവര് എങ്ങനെയാണ് അവർക്ക് സാക്ഷാത്കാരം നേടാൻ സാധിച്ചത്? ആ വഴി കണ്ടറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ടാണ് അവർ ആ വഴി പോകാൻ നമ്മളോട് പറയുന്നത്. അതല്ലാതെ ചിലവരെങ്ങനെയാണ് പറയുന്നത് ഒന്ന്, പ്രവർത്തിക്കുന്നതെന്ന്. ഈ വഴി കൂടെ പോയാൽ ഭഗവാനെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവര് വേറെ വഴി കൂടെ ആയിരിക്കും പോണ്ടാവുക. അപ്പൊ എന്താണ്, അവരത് പറയുന്നു എന്ന് മാത്രമല്ല, അവരത് പ്രാവർത്തികമാക്കി നോക്കിയിട്ടില്ല. പക്ഷെ രൂപഗോസ്വാമിയെ പോലുള്ള ആചാര്യന്മാരെന്താണ്, അവര് പോയ വഴി അതാണ് കറക്റ്റ് എന്ന് മനസ്സിലാക്കിയപ്പോ ആ വഴി കൂടെ പോകാനാണ് പറഞ്ഞത്. അതായത് നമ്മൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും പറയുന്നതും ഒന്നാണ്. അതാണ്. അപ്പൊ നമുക്ക് ആ വഴി കറക്റ്റ് ആയിട്ട് അവർ പോയ കാരണം കൊണ്ട് അത് മനസ്സിലാകുമ്പോൾ നമ്മൾ എന്താണ്, ആചാര്യന്മാരുടെ കാലടികൾ പിന്തുടർന്ന് പോകാണ് നമ്മൾ. അവരെ അനുകരിക്കല്ല, പക്ഷെ അവരെ എന്ത് ചെയ്യാണ്, അവരെ ഫോളോ ചെയ്ത് നമ്മൾ പോകുന്നു. അങ്ങനെ ആവുമ്പോൾ നമുക്ക് എവിടേക്ക് എത്താൻ സാധിക്കും? ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും. അവിടെ നമുക്ക് ചതിവോ ദുഃഖമോ ഒന്നും ഉണ്ടാവില്ല. പിന്നെന്താണ് ബ്രഹ്മയാമളത്തിൽ പറയുന്നത്? എന്താണ്? അംഗീകൃത മതഗ്രന്ഥങ്ങളും അനുസരിക്കാതെ താനൊരു മഹാഭക്തനാണെന്ന് നടിക്കുന്നവരുടെ പ്രവർത്തികള് ഭക്തിയുടെ സേവനത്തിൽ പുരോഗതി ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല, ഭക്തിയുടെ സേവനം അഭ്യസിക്കുന്നവരുടെ, ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവർക്ക് അത് ശല്യമാണ് ഉണ്ടാക്കുന്നത്. സേവനം ചെയ്യുന്നവർക്ക് ശല്യം ഉണ്ടാക്കുന്നു എന്നല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല. എങ്ങനെയുള്ളവര്? ഈ അഭിനയിക്കുന്ന ഭക്തന്മാരെ കുറിച്ചാ പറയുന്നത്. കൃഷ്ണന്റെ സംതൃപ്തിക്ക് വേണ്ടി ഭൗതികമായതൊക്കെ ത്യജിക്കാനുള്ള സന്നദ്ധത, ഭൗതികമായ ഇന്ദ്രിയ സുഖാനുഭൂതികൾ ഉപേക്ഷിച്ച് ഭക്തിയുടെ സേവനത്തിന്റെ തത്വങ്ങൾ സ്വീകരിക്കുന്നവർക്കായി വിഷ്ണു ലോകത്തിലെ ഐശ്വര്യ സമൃദ്ധികൾ കാത്തിരിക്കുകയാണെന്ന് പത്മപുരാണം പറയുന്നു. അപ്പൊ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയ സുഖാനുഭൂതികളൊക്കെ ഉപേക്ഷിച്ച് ഭക്തിയുടെ സേവനത്തിന്റെ തത്വങ്ങൾ സ്വീകരിക്കുന്നവർക്ക് വിഷ്ണു ലോകത്തിലെ ഐശ്വര്യ സമൃദ്ധികൾ കാത്തിരിക്കുകയാണെന്ന് പത്മപുരാണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? നമ്മുടെ ഭൗതികമായിട്ടുള്ള സുഖങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഭക്തിയുടെ സേവനം സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കാത്തിരിക്കുന്നത്? ഐശ്വര്യ സമൃദ്ധികൾ കാത്തിരിക്കുന്നതാണെന്ന് പത്മപുരാണത്തിൽ പറയുന്നു. അപ്പൊ നമ്മളതാ പറഞ്ഞപ്പോ ഓരോ പുരാണത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അപ്പൊ ഇത് ഓരോ പുരാണങ്ങളും വായിച്ചതിന് ശേഷമാണ് ഇത് രചിച്ചത്? രൂപഗോസ്വാമി ഇത് രചിച്ചത്. ഇനി പുണ്യഭൂമിയിലെ വാസം, ദ്വാരകയിൽ 6 മാസമോ 1 മാസമോ 1 പക്ഷമോ താമസിക്കുന്നവർക്ക് വൈകുണ്ഠ ലോകവും സാരൂപ്യമുക്തി തുടങ്ങിയ സർവ്വലാഭങ്ങളും കാത്തിരിക്കുകയാണെന്ന് സ്കന്ദപുരാണം പറയുന്നു. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ദ്വാരകയിൽ 6 മാസം അല്ലെങ്കിൽ 1 മാസം അല്ലെങ്കിൽ ഒരാഴ്ച താമസിക്കുന്നവർക്ക് എന്താണ്? വൈകുണ്ഠ ലോകം അല്ലെങ്കിൽ സാരൂപ്യമുക്തി, എല്ലാ സർവ്വവിധ ലാഭങ്ങളും കാത്തിരിക്കുകയാണെന്ന് സ്കന്ദപുരാണത്തിൽ പറയുന്നു. അപ്പൊ പത്മപുരാണത്തിൽ പറയുന്നത് പറഞ്ഞു, സ്കന്ദപുരാണത്തിൽ പറയുന്നത് പറഞ്ഞു. അപ്പൊ പുണ്യഭൂമിയിലെ വാസത്തെ കുറിച്ച് പറയാണ്. ഇനിയോ നൈമിഷ്യാരണ്യത്തിന്റെ പ്രത്യേകത എന്താണ്? നൈമിഷ്യാരണ്യത്തില് മഹർഷിമാര് ഒന്നിച്ചു കൂടിയപ്പോ ഭാഗവതം പറഞ്ഞത് അല്ലെ, ഈ ഋഷിമാർക്ക് സൂതഗോസ്വാമി ഉപദേശിച്ചു കൊടുത്തത്. നൈമിഷ്യാരണ്യത്തില് മഹർഷിമാരോ സമ്മേളിച്ചപ്പോ സൂതഗോസ്വാമി ശ്രീമദ് ഭാഗവതം ചൊല്ലിക്കേൾപ്പിച്ച് ഗംഗാനദിയുടെ പ്രാധാന്യം വ്യക്തമാക്കി. ശ്രീകൃഷ്ണന്റെ പാതാരവിന്ദങ്ങളിൽ അർപ്പിക്കപ്പെട്ട തുളസിപ്പൂവിന്റെ ഗന്ധമാണ് ഗംഗാനദിയിലെ ജലത്തിന്. അങ്ങനെ ഗംഗ സദാ ഒഴുകിക്കൊണ്ട് ഭഗവാൻ കൃഷ്ണന്റെ പ്രശസ്തികളും ഐശ്വര്യങ്ങളും പ്രചരിപ്പിക്കുന്നു. ഗംഗാജലം ഒഴുകിയിടുന്നിടത്തെല്ലാം എല്ലാ ജനങ്ങളും ബാഹ്യമായും ആന്തരികമായും പവിത്രീകരിക്കപ്പെടുന്നു. അപ്പൊ ഗംഗാജലത്തിന്റെ പരിമളം എങ്ങനെയാ പറയണത്? തുളസിപ്പൂവിന്റെ ഗന്ധമാണ് തുളസിയുടെ
ഗന്ധമാണ് എന്തിന്? ഗംഗാജലത്തിന്. ആ ഗംഗാ നദി ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അർപ്പിക്കപ്പെട്ട തുളസീദളത്തിന് ഒരു പരിമളം വേറെയാണ്. അതിന്റെ ഗന്ധമാണ് എന്തിന്? ഗംഗാ നദിയുടെ ജലത്തിന്. ആ ഗംഗാ നദി എന്താ ചെയ്യുന്നത്? ഗംഗാ നദി ഒഴുകിക്കൊണ്ട് ഭഗവാൻ കൃഷ്ണന്റെ കീർത്തികളും യശസ്സും ഇതൊക്കെ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഗംഗാ നദി ഒഴുകുന്ന സ്ഥലത്തൊക്കെ എങ്ങനെയാണ്? ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും എല്ലാ ജനങ്ങളും പവിത്രീകരിക്കപ്പെടാണ് ചെയ്യുന്നത്. അവശ്യം വേണ്ടത് മാത്രം സ്വീകരിക്കുക. അടുത്തത് എന്താ പറയുന്നത്? അവശ്യം വേണ്ടത് മാത്രം സ്വീകരിക്കുക. നാരദീയ പുരാണം പറയുന്നത് ഭക്തിയുടെ സേവനം ഗൗരവമായി എടുത്തിട്ടുള്ളവർ അത്യാവശ്യം വേണ്ടതിൽ കവിഞ്ഞൊരു സ്വാധനവും സ്വീകരിക്കരുത്. ഇപ്പൊ ഭക്തിയുടെ സേവനം ഗൗരവമായിട്ടുള്ളവര് നമുക്ക് വേണ്ടത്, നമുക്ക് ആവശ്യമുള്ളത് മാത്രം സ്വീകരിക്കണം, അല്ലാത്തത് നമ്മൾ നിഷേധിക്കണം. നമ്മൾ സ്വീകരിക്കാനായിട്ട് പാടില്ല. ഭക്തിയുടെ സേവനത്തിന്റെ തത്വങ്ങൾ നിഷേധിക്കരുതെന്നും തനിക്കാവുന്നതിൽ കൂടുതലായി ഭക്തിയുടെ സേവനത്തിന്റെ തീരുമാനങ്ങളെ കൈക്കൊള്ളരുതെന്നുമാണ് ഈ പറഞ്ഞതിന്റെ സാരം. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഭക്തിയുടെ സേവനത്തിന്റെ തത്വങ്ങൾ നിഷേധിക്കാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ തനിക്കാവുന്നതിൽ കൂടുതലായി ഭക്തി സേവനത്തിന്റെ തീരുമാനങ്ങൾ കൈക്കൊള്ളാനും പാടില്ല എന്നാണ് പറയുന്നത്. ഭക്തിയുടെ സേവനത്തിന്റെ തത്വങ്ങൾ നിഷേധിക്കരുതെന്നും കൂടുതലായിട്ട് നമുക്ക് പറ്റാവുന്നതിന്റെ കൂടുതൽ നമ്മൾ കൈക്കൊള്ളാനും പാടില്ല. ഉദാഹരണത്തിന് ജപമാലയിൽ 1000 ഉരുവെങ്കിലും എന്നും ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാൻ പറയുന്നുണ്ട്. എന്നാൽ അത് സാധ്യമാകുന്നില്ലെങ്കിൽ അവരവരുടെ കഴിവിനനുസരിച്ച് എണ്ണം കുറയ്ക്കണം. അപ്പൊ നമ്മളോട് എന്നും പറയുന്നത് എന്താണ്? ജപമാലയിൽ 16 റൗണ്ട് നാമം ജപിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കത് സാധിക്കാത്തവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കഴിവിനനുസരിച്ച് എത്രയാണോ ആ എണ്ണത്തിലേക്ക് നമ്മൾ വരാം. അല്ലാതെ ഇപ്പൊ 16 റൗണ്ട് ജപിക്കാൻ പറ്റില്ല. നമ്മൾ ഓടി 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 ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജപം പെർഫെക്റ്റ് ആവേയില്ല, നമുക്ക് പറ്റയില്ല. അപ്പൊ നമുക്ക് എത്രയാണോ സാധിക്കുന്നത് അത് നമ്മുടെ കഴിവനുസരിച്ച് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രതിദിനം 16 മാല, ഒരു ജപമാലയിൽ 108 മണികളാണുള്ളത്. ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാനാണ് ഞങ്ങൾ പൊതുവെ നിർദ്ദേശിക്കാറ്. ഒരു ദിവസം അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിറ്റേന്ന് ബാക്കി വന്നത് പൂർത്തിയാക്കണം. 16 എന്ന് ഒരിക്കൽ തീരുമാനമെടുത്താൽ ആ നിഷ്ഠ പാലിച്ചേ പറ്റൂ. അപ്പൊ ഒരു ദിവസം 16 റൗണ്ട് നാമം ജപിക്കാനാണ് പറയുന്നത്. ഇനി എങ്ങാനും നമുക്കത് സാധിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ എന്ത് ചെയ്യണം? അത് പൂർത്തിയാക്കേണ്ടതാണ്. അപ്പൊ 16 എത്രയാണോ ബാലൻസ് അതും കൂട്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷെ ഒരിക്കലും നമ്മൾ ഒരു പ്രാവശ്യം 16 തീരുമാനം എടുത്താൽ പിന്നെ നമ്മൾ അത് പാലിക്കുകയും വേണം. ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച് ഇത്ര ഒരു ജപിക്കുമെന്ന് തീരുമാനമെടുക്കുക. 8 8, 10 10, 16 16. എടുത്ത തീരുമാനം നിർബന്ധമായി നടപ്പിലാക്കുക. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കഴിവനുസരിച്ച് നമ്മൾ തീരുമാനിക്കണം. ആ തീരുമാനിക്കുന്നത് നമ്മൾ നടപ്പിലാക്കുകയും വേണം. എത്രയാണോ നമ്മൾ തീരുമാനിക്കുന്നത് അത് നമ്മൾ നടപ്പിലാക്കുക. അതിൽ കൂടുതൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ കുറവ് ചെയ്യാൻ പാടില്ല. ഇനി ഏകാദശി നാളിലെ ഉപവാസം. ഏകാദശി നാളിൽ ഉപവാസം അനുഷ്ഠിക്കുന്നവർ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തരായി ധാർമ്മിക ജീവിതത്തിൽ പുരോഗതി നേടുമെന്ന് ബ്രഹ്മവൈവർത്ത പുരാണം പറയുന്നു. അപ്പൊ കുറെ പുരാണങ്ങൾ നമ്മൾ പറഞ്ഞില്ല. ഇപ്പൊ സ്കന്ദപുരാണം കണ്ടു, പിന്നെന്താ പുരാണം പറഞ്ഞത്? പിന്നെ വേറെ കൂടി പറഞ്ഞില്ല ഇതിനു മുന്നേ? പത്മപുരാണം പറഞ്ഞു, സ്കന്ദപുരാണം പറഞ്ഞു. ഇപ്പൊ ഇതിലെ നാരദീയ പുരാണം, ബ്രഹ്മവൈവർത്ത പുരാണം അല്ലെ? ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ എന്താ പറയുന്നത്? ഏകാദശി നാളിൽ ഉപവാസം അനുഷ്ഠിക്കുന്നവര് എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തരായിട്ട് ധാർമ്മിക ജീവിതത്തിൽ പുരോഗതി നേടുമെന്ന് പറയുന്നു. അപ്പൊ ധാർമ്മിക ജീവിതത്തിൽ, നമുക്ക് ആത്മീയ ജീവിതത്തിൽ പുരോഗതി നേടാനായിട്ട് എന്തുകൊണ്ട് സാധിക്കും? ഏകാദശി ഉപവാസം കൊണ്ട് സാധിക്കും. ഇതിന്റെ അടിസ്ഥാന തത്വം വെറുതെ പട്ടിണി കിടക്കുക എന്നതല്ല, മറിച്ച് ഗോവിന്ദനിൽ, അതായത് കൃഷ്ണനിൽ ഭക്തി വർദ്ധിപ്പിക്കുന്നു വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഏകാദശി ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്നും കഴിക്കാതെ നമ്മൾ പട്ടിണി കിടക്കുക, എന്നിട്ട് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നതല്ല വേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനിലുള്ള ഭക്തി വർദ്ധിപ്പിക്കുക. അതായത് കൂടുതൽ നാമം ജപിക്കണം, ഭഗവാനെ കുറിച്ച് കൂടുതൽ വായിക്കണം, കീർത്തിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നാമജപം പോലുള്ള കർമ്മങ്ങളിലൂടെ പരമാവധി സമയം ഭഗവത് സേവനത്തിന് ഉപയോഗിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് ഉപവാസ ദിവസം ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ഗോവിന്ദ സ്മരണവും തിരുനാമ ജപവുമാണ്. അപ്പൊ ഒരു ഉപവാസ ദിവസം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും നല്ല കാര്യം എന്താണ്? ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാനെ സ്മരിക്കുക. ഭഗവാന്റെ നാമജപം, ഭഗവാന്റെ സ്മരണം, ഇതൊക്കെയാണ് ഉപവാസ ദിവസം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യം. ഇനി അടുത്തത് അശ്വത്ഥ പൂജ. ഭക്തന്മാർ തുളസി ചെടിക്കും നെല്ലി വൃക്ഷത്തിനും വെള്ളമൊഴിക്കണമെന്ന് സ്കന്ദപുരാണം പറയുന്നു.
സ്കന്ദപുരാണത്തിൽ പറയുന്നത് ഭക്തന്മാരെന്ത് ചെയ്യണം? തുളസിക്കും നെല്ലിവൃക്ഷത്തിനൊക്കെ വെള്ളമൊഴിക്കണം, ഗോക്കളെയും ബ്രാഹ്മണരെയും പൂജിക്കണം, വൈഷ്ണവരെ പ്രണമിക്കുകയും അവരെ ധ്യാനിക്കുകയും വേണം. ഇതെല്ലാം പൂർവ്വ പാപങ്ങളുടെ ശക്തി കുറയ്ക്കാൻ ഭക്തനെ സഹായിക്കും. ഇപ്പോ ഭക്തന്മാരെന്ത് ചെയ്യണം? നെല്ലിവൃക്ഷത്തിന് വെള്ളമൊഴിക്കണം, തുളസിച്ചെടിക്ക് വെള്ളമൊഴിക്കണം എന്ന് സ്കന്ദപുരാണത്തിൽ പറയുന്നുണ്ട്. പിന്നെ ഗോക്കളെയും ബ്രാഹ്മണരെയും പൂജിക്കണം, വൈഷ്ണവരെ പ്രണമിക്കണം, അവരെ ധ്യാനിക്കണം. ഇതൊക്കെ നമ്മുടെ എന്ത് കുറയ്ക്കാണ്? പൂർവ്വ പാപങ്ങളുടെ ശക്തി കുറയ്ക്കാനായിട്ട് ആ ഭക്തനെ സഹായിക്കും. അപ്പൊ അത്രയും ശേഷപ്പെട്ടതായിട്ട് വിശേഷപ്പെട്ടതാണ് ഒരു എന്താ പറയുക, ഗോക്കളെ പൂജിക്കുക, ബ്രാഹ്മണരെ പൂജിക്കുക, വൈഷ്ണവരെ പ്രണമിക്കുക, അവരെ ധ്യാനിക്കാന്നൊക്കെ പറഞ്ഞാല് അത്രയും വിശേഷപ്പെട്ടതാണ് നമുക്ക് മനസ്സിലാക്കാം. വൈഷ്ണവന്റെ പൊതുവെയുള്ള പെരുമാറ്റ രീതി എന്തായിരിക്കണം എന്ന് ചൈതന്യ മഹാപ്രഭുവിനോട് അദ്ദേഹത്തിന്റെ ഒരു ഗൃഹസ്ഥ ശിഷ്യൻ ഒരിക്കൽ ചോദിച്ചു. എന്താ പറയണത്? ഭക്തിശൂന്യന്മാരുടെ സംസർഗം ഒഴിവാക്കണം എന്നായിരുന്നു മറുപടി. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിനോട് ഒരു ഭക്തൻ ചോദിച്ചപ്പോ അദ്ദേഹം എന്താ പറയണത്? പെരുമാറ്റ രീതി എങ്ങനെയായിരിക്കണം പറയണത്? ഭക്തശൂന്യന്മാരുടെ, ഭക്തിശൂന്യന്മാരുടെ സംസർഗം ഒഴിവാക്കുക. തുടർന്ന് അദ്ദേഹം വിശദീകരിച്ചു, ഭക്തിശൂന്യരിൽ 2 തിരക്കാരുണ്ട്. എങ്ങനെയാണ്? ഒന്ന് ഭഗവാന്റെ സർവേശ്വരത്വത്തെ എതിർക്കുന്നവര്, ഒരു വിഭാഗം തികഞ്ഞ ഭൗതികവാദികൾ. ഒരു വിഭാഗം എന്താണ്? ഭഗവാന്റെ ആ സർവേശ്വരത്വത്തെ എതിർക്കുന്നവരാണ് ഒരു വിഭാഗത്തിലുള്ളവര്. രണ്ടാമത്തത് ഭൗതികവാദികള്. രണ്ടാമത്തത് ഏതാണ്? ഭൗതികവാദികൾ. ഒന്നാമത്തത് കൃഷ്ണന്റെ ആ സർവേശ്വരത്വം, ഭഗവാനാണ് സർവീശ്വരൻ എന്നതിനെ എതിർക്കുന്നവര്. രണ്ടാമത്തെ വിഭാഗം ഭൗതികവാദികള്, അതായത് ഭൗതിക സുഖാന്വേഷികളും സർവേശ്വരത്തെ ചോദ്യം ചെയ്യുന്നവരും അങ്ങനെയുള്ളവരാണ് വൈഷ്ണവരല്ല എന്നാണ് പറയുന്നത്. ഭഗവാന്റെ സർവാധീശത്വത്തെ എന്ന് നിഷേധിക്കുന്ന ഭക്തിഹീനന്മാരുമായി സഹവസിക്കുന്നതിനേക്കാൾ ഭേദം കാരാഗൃഹത്തിലോ ജ്വലിക്കുന്ന അഗ്നികുണ്ഡത്തിലോ കഴിയുകയാണെന്ന് കാർത്യായന സംഹിത പറയുന്നു. അപ്പൊ കാർത്യായന സംഹിതയിൽ പറയുന്നത് ഭഗവാന്റെ ഈ സർവാധീശത്വത്തെ എതിർക്കുന്നവര്, അവര് നിഷേധിക്കുന്നവര്, അങ്ങനെയുള്ള ഭക്തിഹീനന്മാരുമായിട്ട് സഹവസിക്കുന്നതിനേക്കാളും നല്ലത് എന്താണ്? കാരാഗൃഹത്തിലോ അല്ലെങ്കിൽ അഗ്നികുണ്ഡത്തിലോ കഴിയുന്നതാണെന്നാണ് കാർത്യായന സംഹിത പറയുന്നത്. ഇനിയോ, പലതരം ദേവന്മാരെ ആരാധിക്കുന്നവരും ഭൗതിക അഭിലാഷങ്ങളിൽ ഉത്തേജിതരും ആയവർമായുള്ള സംസർഗത്തെക്കാൾ ഭേദം സർപ്പത്തെയോ വ്യാഘ്രത്തെയോ ചീങ്കണ്ണിയെയോ ആശ്ലേഷിക്കുന്നതാണെന്ന് വിഷ്ണു രഹസ്യത്തിൽ പ്രസ്താവിക്കുന്നു. അപ്പൊ വിഷ്ണു രഹസ്യത്തിൽ പറയുന്നത് എന്താണ്? ദേവന്മാരെ ആരാധിക്കുന്നവര് അല്ലെങ്കിൽ ഭൗതിക അഭിലാഷങ്ങളിൽ ഉത്തേജിതരായവര്, അവരുമായിട്ടുള്ള സംസർഗത്തിനേക്കാളും ഭേദം എന്താണ്? ഒന്നുകിൽ സർപ്പത്തിന് അല്ലെങ്കിൽ വ്യാഘ്രം എന്ന് വെച്ചാൽ എന്താണെന്ന്? കടുവ. ഓക്കെ. ആരാ ചോദിച്ചത്? ക്ലാസ് ഏതാണ്? ഞാനാ മാതാജി. മാതാജിന്റെ ക്ലാസ് മാതാജി ലീവ് ചെയ്തോളൂ, 8:30ക്കാണ് ക്ലാസ്. ആണോ? സംസർഗത്തെക്കാൾ ഭേദം എന്താണ്? സർപ്പത്തെയോ വ്യാഘ്രത്തെയോ ചീങ്കണ്ണിയെയോ ആശ്ലേഷിക്കുന്നത് ആണെന്ന് വിഷ്ണു രഹസ്യത്തിൽ പറയുന്നു. ഇപ്പൊ വിഷ്ണു രഹസ്യത്തിൽ പറയുന്നത് എന്താണ്? ഇത്തരത്തില് ദേവന്മാരെ ആരാധിക്കുന്നവര്, അതായത് ഭക്തി ഇല്ലാത്തവര്, ഭഗവാനോടുള്ള ഭക്തി ഇല്ലാത്തവര് അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള അഭിലാഷങ്ങളിൽ ഉത്തേജിതരായവര്, അവരുമായിട്ടുള്ള സംസർഗത്തെക്കാളും നല്ലത് സർപ്പത്തെ അല്ലെങ്കിൽ വ്യാഘ്രത്തെ അല്ലെങ്കിൽ ചീങ്കണ്ണിയെ ആശ്ലേഷിക്കുന്നതാണെന്ന് വിഷ്ണു പുരാണത്തിലും പറയുന്നുണ്ട്. ഏതെങ്കിലും ഭൗതിക ലാഭം ഉദ്ദേശിച്ച് ദേവന്മാരെ ആരാധിക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. ഉദാഹരണമായി രോഗാതുരമായ അവസ്ഥയിൽ നിന്ന് മോചനം നേടാനായിട്ട് സൂര്യദേവനെ ആരാധിക്കാൻ ഉപദേശിക്കാറുണ്ട്. സുന്ദരിയായ ഭാര്യയെ കിട്ടാൻ ശിവപെരുമാന്റെ പത്നിയായ ഉമാദേവിയെ പ്രാർത്ഥിക്കാനായിട്ട് പറയാറുണ്ട്. ഇപ്പൊ ഇതൊക്കെ പറയുന്നത്, അതായത് നമ്മള് വിദ്യാലാഭത്തിന് സരസ്വതിയെ ഭജിക്കുന്നു. ഭാഗവതത്തിൽ ഇക്കാര്യം സംബന്ധിച്ച് ഒരു നീണ്ട പട്ടിക തന്നെ കൊടുക്കുന്നുണ്ട്. എന്നാൽ അവർ ദേവന്മാരുടെ ഉത്തമ ഭക്തരാണെങ്കിൽ കൂടി അവരെ ഭക്തിഹീനരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഭക്തന്മാരുടെ കൂട്ടത്തിൽ അവരെ പരിഗണിക്കുന്നില്ല. ഇവിടെ എന്തൊക്കെ പറയുന്നത്? നമുക്ക് അടികിട്ടുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത്, അല്ലെ?
അതായത് നമ്മള് ഭൗതികമായിട്ടുള്ള ഓരോ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട്, അസുഖങ്ങൾ മാറാനായിട്ട് സൂര്യദേവനെ പ്രാർത്ഥിക്കുക, സുന്ദരിയായ ഭാര്യയെ കിട്ടാൻ ഉമാദേവിയെ പ്രാർത്ഥിക്കുക, വിദ്യാലാഭത്തിന് സരസ്വതിയെ പ്രാർത്ഥിക്കുക. പിന്നെ അതുപോലെ തന്നെ ഓരോ ദേവന്മാരെ, നമ്മൾ ഓരോ ഭൗതികമായിട്ടുള്ള ഓരോ ആഗ്രഹങ്ങൾക്ക് ഓരോരോ ദേവന്മാരെ പ്രാർത്ഥിക്കുന്നത്, അവരൊക്കെ നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഭക്തന്മാരായിട്ടല്ല കാണുന്നവരൊന്നും, ഭക്തിഹീനരായിട്ടാണ് കാണുന്നത്. ഇവരൊക്കെ ഭക്തന്മാരുടെ കൂട്ടത്തിൽ പരിഗണിക്കാനേ സാധിക്കാത്തവരാണ് ഈ പറഞ്ഞ എല്ലാവരും എന്നാണ് പറയുന്നത്. മായാവാദികൾ, അതായത് നിർവ്യക്തികവാദികള് പറയുന്നത് ഭഗവാനെ ഏത് രൂപത്തിലും ആരാധിക്കാമെന്നാണ്. മാർഗം ഏതായാലും ലക്ഷ്യത്തിലെത്തുക തന്നെ ചെയ്യുമെന്നാണ് അവരുടെ യുക്തി. എന്നാൽ ദേവന്മാരെ ആരാധിക്കുന്നവർ ആത്യന്തികമായി എത്തുന്നത് ദേവന്മാരുടെ ലോകത്ത് മാത്രമായിരിക്കുമെന്നും ഭഗവാനെ ആരാധിക്കുന്നവർ ഭഗവാന്റെ ധാമത്തിലെത്തുമെന്നും ഭഗവത്ഗീത പറയുന്നു. അപ്പൊ ദേവന്മാരെ ആരാധിക്കുന്നവര് ദേവന്മാരുടെ ലോകത്തിലും ഭഗവാനെ ആരാധിക്കുന്നവര് ഭഗവാന്റെ ലോകത്തിലെത്തും നമുക്ക് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. മായാവാദികൾ പറയുന്നത് എന്താണ്, ഏത് രൂപത്തിലും ഭഗവാനെ ആരാധിക്കാം, മാർഗം ഏതായാലും ലക്ഷ്യം ഒന്നാണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതിനൊരു അടിസ്ഥാനം ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ദേവന്മാരെ ആരാധിക്കുന്നവര് ദേവന്മാരുടെ ലോകത്തിലാകും പോകുന്നത്, ഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. അയോഗ്യരായ ശിഷ്യന്മാർ കണക്കറ്റ ക്ഷേത്ര നിർമ്മാണം, കണക്കിൽ കവിഞ്ഞ ഗ്രന്ഥപാരായണം എന്നിവ അംഗീകരിക്കായിക. എന്താ പറയുന്നത്, ഒരാൾക്ക് അനേകം ശിഷ്യന്മാരാകാം, പക്ഷെ ഏതെങ്കിലും പ്രവൃത്തിയുടെയോ സൗജന്യത്തിന്റെയോ പേരിൽ അവരിൽ ആരോടും കടപ്പാടുണ്ടാകാൻ പാടില്ല എന്നതാണ് മറ്റൊരു കടുത്ത നിബന്ധന. ഇപ്പൊ കുറെ ശിഷ്യന്മാരാകാം ഒരു ഗുരുവിന്, പക്ഷെ നമുക്ക് ചെയ്തു തന്ന എന്തെങ്കിലും പ്രവൃത്തിയുടെ ഫലമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സൗജന്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കടപ്പാടുണ്ടാകാനായിട്ട് ഒരിക്കലും പാടില്ല എന്നുള്ളതാണ് അടുത്തൊരു നിബന്ധനയായിട്ട് പറയുന്നത്. അപ്പൊ ഗുരുവിനൊരിക്കലും എന്ത് പാടില്ല, ശിഷ്യന്മാരോട് എന്തുണ്ടാകാൻ പാടില്ല, കടപ്പാടുണ്ടാകാൻ പാടില്ല. അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു സൗജന്യത്തിന്റെ പേരിൽ അല്ലെങ്കിൽ പ്രവൃത്തിയുടെ പേരിൽ അങ്ങനെ ഒരു കടപ്പാട് ഉണ്ടാവാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഒരു നിബന്ധന പറയുന്നത്. ഇത് നമുക്ക് തെറ്റിച്ചിട്ടുള്ള നമ്മളെ ഭഗവത്ഗീതയിൽ പഠിക്കുന്നുണ്ട് അല്ലെ, ഭഗവാൻ പറയുന്നുണ്ട് അല്ലെ. കാരണം ദുര്യോധനനിൽ നിന്ന് സാമ്പത്തിക സഹായം സ്വീകരിച്ചു പോയ ഒറ്റ കാരണം കൊണ്ടാണ് ഭീഷ്മർക്കും ദ്രോണർക്കും ഒക്കെ എന്ത് ചെയ്യേണ്ടി വന്നത്, ആ ദുര്യോധനന്റെ പക്ഷത്ത് നിന്ന് പ്രവർത്തിക്കേണ്ടി വന്നതെന്ന് ഭഗവത്ഗീതയിൽ പഠിച്ചതായിട്ട് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഹരേ കൃഷ്ണ. അല്ലെ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ കടപ്പാടുണ്ടാകാനായിട്ട് പാടില്ല എന്നാണ് മറ്റൊരു കടുത്ത നിബന്ധന. പുതിയ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതിൽ വലിയ ഉത്സാഹം കാണിക്കരുതെന്നാണ് മറ്റൊരു കാര്യം. ഇപ്പൊ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതിൽ ഉത്സാഹം കാണിക്കാൻ പാടില്ല. ഭക്തിര സേവനത്തിന്റെ മാർഗത്തിൽ പുരോഗതിയിലേക്ക് നയിക്കാൻ ഉതകുന്നതിൽ കവിഞ്ഞ ഗ്രന്ഥങ്ങളൊന്നും തന്നെ വായിക്കരുതെന്ന്. അപ്പൊ ഭക്തിര സേവനത്തിന്റെ മാർഗത്തിൽ നമുക്ക് പുരോഗതിയിലേക്ക് നയിക്കുന്നത്, അതായത് ആത്മസാക്ഷാത്കാരത്തിന് സഹായിക്കുന്ന തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ വായിക്കാന്നല്ലാതെ അല്ലാത്ത ഗ്രന്ഥങ്ങൾ, അതിന് സഹായിക്കാത്ത ഗ്രന്ഥങ്ങൾ, അതിനാവശ്യമുള്ള ഗ്രന്ഥങ്ങൾ മാത്രമേ വായിച്ചാൽ മതി, അതിൽ കൂടുതൽ വായിക്കാനും പാടില്ല എന്നും നിബന്ധനയുണ്ട്. പ്രായോഗികമായി നോക്കുമ്പോൾ കൃഷ്ണാവബോധത്തിന്റെ ശാസ്ത്രം മനസ്സിലാക്കാൻ ഭഗവത്ഗീത, ഭാഗവതം, ചൈതന്യ മഹാപ്രഭുവിന്റെ ഉപദേശങ്ങൾ, ഭക്തിരസാമൃത സിന്ധു എന്നീ ഗ്രന്ഥങ്ങൾ മാത്രമേ വേണ്ടൂ. മറ്റു ഗ്രന്ഥങ്ങൾ വായിക്കാനുള്ള തത്രപ്പാട് ഒഴിവാക്കാം. ഇപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് വായിക്കേണ്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഭാഗവതം, ഭഗവത്ഗീത, ചൈതന്യ മഹാപ്രഭുവിന്റെ ഉപദേശങ്ങള്, ഭക്തിരസാമൃത സിന്ധു. ഇപ്പൊ ഭക്തിരസാമൃത സിന്ധു തന്നെ നമുക്കറിയാം അല്ലെ, ഇതില് എല്ലാ പുരാണങ്ങളും, എത്രയോ പുരാണങ്ങളും ഭാഗവതത്തിന്റെയും പോയിന്റുകൾ എടുത്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും പുരാണങ്ങൾ വായിച്ചതിന് തുല്യാണ് നമ്മൾ ഭക്തിരസാമൃത സിന്ധു പഠിച്ചു കഴിഞ്ഞാല് അല്ലെ. ഭക്തിരസാമൃത സിന്ധു എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഇത്രയും പുരാണങ്ങളുടെ സാരാംശം നമുക്ക് ഇതിൽ തന്നിട്ടുണ്ട്. കുറെ പുരാണങ്ങൾ കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഭക്തിരസാമൃത സിന്ധു പഠിക്കുക, മഹാപ്രഭുവിന്റെ ഉപദേശങ്ങള്, ഭാഗവതം, ഭഗവത്ഗീത. സത്യത്തിൽ 4 പുസ്തകമേ നമുക്ക് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. മറ്റുള്ള ഗ്രന്ഥങ്ങൾ വായിക്കേണ്ടത് അത്രപ്പാടുകൾക്ക്. ഇത് പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു സമയമാകും, ബാക്കിയൊന്നും പഠിക്കേണ്ടി വരില്ല നമുക്ക്. ശ്രീമദ് ഭാഗവതത്തിൽ 7-ാം സ്കന്ധം 13-ാം അധ്യായം 8 പറയുന്നുണ്ട്, സന്യാസം. ഒരു മിനിറ്റ്, ഹരേഷ്ണ മാതാജി 8യുടെ ലെവൽ 3യുടെ ക്ലാസ് 8:30 തുടങ്ങണത്. ഇവിടെ വേറെ ക്ലാസ് അപ്പൊ നടക്കണം കേട്ടോ. ലീവ് ചെയ്യേണ്ടവർ ചെയ്തോളൂ കേട്ടോ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിൽ 7-ാം സ്കന്ധത്തില് 13-8 പറയുന്നത്, സന്യാസം സ്വീകരിച്ച ആൾ അയോഗ്യരെ
ശിഷ്യന്മാരായി സ്വീകരിക്കരുത്. യഥാർത്ഥത്തിൽ കൃഷ്ണാവബോധം അന്വേഷിച്ചെത്തിയവനാണോ ശിഷ്യത്വം തേടി വന്നിരിക്കുന്നത് എന്ന് സന്യാസി അയാളെ പരീക്ഷിച്ചറിയണം. അതല്ല ലക്ഷ്യമെങ്കിൽ അയാളെ സ്വീകരിക്കരുത്. ഒരു സന്യാസി ഒരു ശിഷ്യനെ സ്വീകരിക്കുമ്പോൾ ആദ്യം തന്നെ ആ ശിഷ്യനെ പരീക്ഷിക്കണം. ആ സന്യാസി പരീക്ഷിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് യഥാർത്ഥത്തില് ആഗ്രഹിച്ച് ആ സന്യാസി എന്താ മനസ്സിലാക്കേണ്ടത്, ആ കൃഷ്ണാവബോധം അന്വേഷിച്ചെത്തിയവനാണോ എന്ന് ആദ്യം പരീക്ഷിക്കണം. അങ്ങനെ പരീക്ഷിച്ച് അറിഞ്ഞതിന് ശേഷം അതിൽ വിജയിച്ചാൽ മാത്രമാണ് അയാളെ സ്വീകരിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള ശിഷ്യത്വം സ്വീകരിക്കാൻ വരുന്നവരൊന്നും സ്വീകരിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ യഥാർത്ഥ ആത്മീയ ഗുരുവിന് പാണ്ഡിത്യ പ്രകടനത്തിന് വേണ്ടി മാത്രം ഏറെ പുസ്തകങ്ങൾ വായിക്കേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ പലയിടത്തും പ്രസംഗിക്കാൻ വേണ്ടി മാത്രം വായനയുടെ പരപ്പ് വർദ്ധിപ്പിക്കേണ്ടതില്ല. ഇതെല്ലാം ഒഴിവാക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഗുരുവിന് തന്റെ പാണ്ഡിത്യം കാണിക്കാൻ വേണ്ടിയിട്ടില്ല, നമ്മളിപ്പോ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് കുറെ അറിവുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറെ പുസ്തകങ്ങളൊക്കെ വായിച്ച് നമ്മൾ ആ അറിവ് പ്രകടിപ്പിക്കുക, അതിന്റെ ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് പലയിടത്തും പല രീതിയിലും പറയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ എന്താ പറയാ കുറെ വായിച്ച് ഭയങ്കര അറിവുണ്ടെന്ന് കാണിക്കുക, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ എന്താണ്, ആ പോയിന്റ് മാത്രം നമുക്ക് നോക്കി പറഞ്ഞു കൊടുക്കാം. പക്ഷെ അല്ലാതെ നമ്മൾ ഭയങ്കര അറിവുണ്ട് എന്നൊക്കെ കാണിക്കാനായിട്ട് അങ്ങനെ ഒരു ഗുരു ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തല്ല, അതും ശരിയല്ല. അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ പരമ്പരയിലുള്ള ആചാര്യന്മാർ ആരും തന്നെ ക്ഷേത്ര നിർമ്മാണത്തിൽ ഉത്സാഹികളല്ല. എങ്കിലും ഒരു സേവനം എന്ന രീതിയിൽ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ ക്ഷേത്ര നിർമ്മാണത്തിൽ അത്തരം ശിഷ്യന്മാരെ ആചാര്യന്മാർ പ്രോത്സാഹിപ്പിക്കും. ഇപ്പോ ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ പരമ്പരയിലുള്ള ആചാര്യന്മാരാരും എന്തിന് അധികം പ്രോത്സാഹനം ചെയ്യുന്നില്ല, ക്ഷേത്ര നിർമ്മാണത്തിന് പ്രോത്സാഹനം ചെയ്യുന്നില്ല. എന്താണ് ചെയ്യുന്നത്, ഹരിനാമ സങ്കീർത്തനം പ്രചരിപ്പിക്കുക എന്ന് മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഏറ്റവും കൂടുതൽ പേരെ ഭഗവാനെ കുറിച്ച് അറിയിക്കുക, ഭഗവാന്റെ നാമത്തിന്റെ മഹത്വം അറിയിക്കുക എന്നുള്ളതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാര ഉദ്ദേശം തന്നെ. ഭഗവാൻ അവതരിച്ചതാണ് ചൈതന്യ മഹാപ്രഭു ആയിട്ടുള്ള ഒരു ഭക്തന്റെ രൂപത്തില്. പക്ഷെ എന്നാലും ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു കൂട്ടം ഭക്തന്മാര് ഒരു സേവനം വന്ന രീതിയിൽ ക്ഷേത്ര നിർമ്മാണം വേണമെന്ന് പറഞ്ഞു വരാണെങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്താറില്ല. കാരണം എന്താണ്, ആ ക്ഷേത്രം നിർമ്മിച്ച നമുക്കറിയാം കാലകാലങ്ങളോളം ഉള്ളതാണ്. എത്രയോ പേർക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നതാണ്. ആ ക്ഷേത്രത്തിന്റെ ഒരു പവിത്രത സൂക്ഷിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എന്തില്ല, ശിഷ്യന്മാരെ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ മാതാജി, ശ്രീരഞ്ജിനി മാതാജി. ഹരേ കൃഷ്ണ. ശ്രീരഞ്ജിനി മാതാജി. ഹരേ കൃഷ്ണ. മറ്റേ ക്ലാസ് കഴിഞ്ഞു? അപ്പം അല്ല, ലിങ്ക് വേറെയാണ് മാതാജി. ഗ്രൂപ്പിലൊന്ന് നോക്കിയേ മാതാജി. ഞാൻ ആ സെയിം ലിങ്ക് ആണല്ലോ ഇട്ടിരിക്കുന്നത്. അല്ല മാതാജി, ഒന്ന് ഗ്രൂപ്പ് ചെക്ക് ചെയ്യേ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ലീവ് ചെയ്തോളൂ, എന്നിട്ട് ഗ്രൂപ്പിൽ നോക്കിക്കോളൂ. ലിങ്ക് വേറെയാ. സാധാരണ പെരുമാറ്റത്തിൽ ഋജുബുദ്ധിയും ലാഭഛേദങ്ങളിൽ സമഭാവവും. സാധാരണ പെരുമാറ്റത്തില് ഋജുബുദ്ധി, ലാഭഛേദങ്ങളില് സമഭാവവും. ഇനി എന്താ പറയണത്, ഋജുബുദ്ധി. പത്മപുരാണത്തിൽ ഒരു പ്രസ്താവമുണ്ട്, കൃഷ്ണാവബോധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഭൗതികമായ ലാഭഛേദങ്ങളാൽ ആകുലപ്പെടരുത്. ഭൗതികമായ നഷ്ടമുണ്ടാകുന്നതിൽ വ്യാകുലപ്പെടാൻ പാടില്ല. ആ അവസരത്തിലും ഉള്ളിൽ കൃഷ്ണനെ കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ. ബദ്ധാത്മാക്കളെല്ലാം ഭൗതിക പ്രവർത്തനങ്ങളെ കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ. ഇതിൽ നിന്ന് മോചനം നേടി ചിന്ത മുഴുവൻ കൃഷ്ണാവബോധത്തിലേക്ക് തിരിച്ചുവിടണമെന്നാണ് ഇതിന്റെ സാരം. പത്മപുരാണത്തിൽ പറയുന്നത് കൃഷ്ണാവബോധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവര് ഭൗതികമായിട്ടുള്ള ഈ ലാഭഛേദങ്ങളിൽ ഒരിക്കലും ആകുലപ്പെടാനായിട്ട് പാടില്ല. നമുക്ക് ലാഭങ്ങളും ഉണ്ടാവും, നഷ്ടങ്ങളും ഉണ്ടാവും. അതിൽ നമുക്ക് ആകുലത കാട്ടേണ്ട ആവശ്യമില്ല. കൃഷ്ണാവബോധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവര് ഭൗതികമായ നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിൽ വ്യാകുലപ്പെടാൻ പാടില്ല, ലാഭമുണ്ടായാലും പാടില്ല. അവസരത്തിലും എന്തുമാത്രം ചിന്തിക്കുക, ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ബദ്ധാത്മാക്കളെല്ലാം ഭൗതിക പ്രവർത്തനങ്ങളെ കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ. ഇതിൽ നിന്ന് മോചനം നേടി ചിന്ത മുഴുവൻ കൃഷ്ണാവബോധത്തിലേക്ക് തിരിക്കണം എന്നാണ് ഇതുകൊണ്ട് പറയുന്നത്. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്, കൃഷ്ണാവബോധത്തിലേക്ക് നമ്മളെ തിരിച്ചുവിടാൻ നമുക്ക് എന്ത് സാധിക്കും? അപ്പോ നമ്മൾ പറഞ്ഞൊരു നമുക്ക് എല്ലാത്തിനെ സമചിത്തതയോടെ കാണാനായിട്ട് സാധിക്കും. ലാഭം വന്നാലും നഷ്ടം വന്നാലും സുഖം വന്നാലും ദുഃഖം വന്നാലും നമുക്കതിനെ സമചിത്തതയോടെ കാണാനായിട്ട് സാധിക്കും, കൃഷ്ണാവബോധത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധ തിരിച്ചുവിടുകയാണെങ്കിൽ.
ഇനി അടുത്തത് ദേവതാരാധന. ദേവന്മാരെ ഒരിക്കലും നിന്ദിക്കാൻ പാടില്ല. എന്താ പറയുന്നത് ഇവിടെ? ദേവന്മാരെ ഒരിക്കലും നിന്ദിക്കാനായിട്ട് പാടില്ല. ഒരാൾ ദേവന്മാരുടെ ആരാധകനല്ലായിരിക്കാം എന്ന് വെച്ച് ദേവന്മാരെ നിന്ദിക്കാൻ അയാൾക്ക് അവകാശമില്ല. ഇപ്പൊ നേരത്തെ നമ്മൾ ഒരു സ്ലൈഡിൽ കണ്ടു, ദേവന്മാരെ ആരാധിക്കുന്നവര് എങ്ങനെയല്ലാന്ന് പറഞ്ഞു. നമ്മള് ഓർമ്മയുണ്ടോ? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ദേവലോകത്തുള്ളൂ, ഭഗവാന്റെ ധാമത്തിൽ ചെല്ലത്തില്ല. ഭഗവാന്റെ ഭക്തന്മാരല്ല എന്നും പറഞ്ഞു അല്ലെ. അവരെ ഭക്തന്മാരായിട്ട് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഭക്തന്മാരല്ല എന്ന് പറഞ്ഞു. ഭഗവാൻ ആരാധിക്കാൻ നമ്മള് ഭഗവത്ഗീതയിൽ പറയുന്നുള്ള ഒരു വേർഡ് അവിധിപൂർവകം എന്നാ പറയണത്. വിധിപൂർവമല്ല എന്നാ പറയണത് അല്ലെ. ആ ഭഗവാനെ ദേവന്മാരെ ആരാധിക്കുന്നത് വിധിപൂർവകം അല്ല, അവിധിപൂർവകം എന്നാ പറയുന്നത്. ഇവിടെ പറഞ്ഞിരുന്നത് ദേവന്മാരെ ഒരിക്കലും നിന്ദിക്കാൻ പാടില്ല, പക്ഷെ അവരെ ആരാധിക്കാൻ പാടില്ല. പക്ഷെ എങ്ങനെയുണ്ട്? അവരെ നിന്ദിക്കാനും പാടില്ല. ഒരാൾ ദേവന്മാരുടെ ആരാധകനല്ലായിരിക്കാം, പക്ഷെ എന്ന് വെച്ച് ദേവന്മാരെ നിന്ദിക്കാൻ അയാൾക്ക് അവകാശമില്ല. ഉദാഹരണമായി ഒരു വൈഷ്ണവൻ ഒരിക്കലും ശിവന്റെയോ ബ്രഹ്മാവിന്റെയോ ഭക്തനായിരിക്കില്ല. എങ്കിലും ഇത്തരം ഉന്നതനായ ദേവന്മാരെ അയാൾ മാനിക്കാൻ അയാൾ ധർമ്മഭക്തനാണ്. അപ്പൊ നമ്മൾ ധാർമ്മികമായിട്ട് നമുക്ക് എന്തിനുള്ള ഉത്തരവാദിത്തം ഉണ്ട്? ആ പറഞ്ഞ പോലെ തന്നെ മഹാദേവനായാലും ബ്രഹ്മാവിനായാലും അവരെ ഭക്തനല്ലെങ്കിലും അവരെ മാനിക്കാനുള്ള ധാർമ്മികമായ ബാധ്യത ആർക്കുണ്ട്? നമുക്കുണ്ട്. ഒരിക്കലും അവരെ നിന്ദിക്കാനായിട്ട് പാടില്ല. പക്ഷെ ഇവരെ നമ്മള് ആരാധിക്കുകയാണെങ്കിൽ അത് വിധിപൂർവമല്ല, അങ്ങ് ഭഗവാന്റെ ഭക്തനല്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. പക്ഷെ ഇവരെ നമ്മൾ എന്ത് ചെയ്യണം? ഇവരെ നിന്ദിക്കാൻ പാടില്ല. ആരാധിക്കേണ്ടത് ഭഗവാനെ ആയിരിക്കണം, പക്ഷെ ഇവരെ നമ്മൾ വണങ്ങുകയും വേണം. പക്ഷെ ഇവരെ അടുത്ത് ആരാധന നമ്മൾ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇത്തരം ഉന്നതമായ ദേവന്മാരെ മാനിക്കാൻ അയാൾ ധർമ്മഭക്തനാണ്. ജീവചൈതന്യങ്ങളിൽ ഒന്നിനെയും വേദനിപ്പിക്കരുത്. ഇനി എന്താ പറഞ്ഞത്? ജീവചൈതന്യങ്ങളിൽ ഒന്നിനെയും വേദനിപ്പിക്കാനായിട്ട് പാടില്ല. മഹാഭാരതം പറയുന്നു, ജീവചൈതന്യങ്ങളിൽ ഒന്നിനും ഒരു തരത്തിലും വിഷമമുണ്ടാക്കാതെ സ്നേഹമുള്ള പിതാവ് സന്താനങ്ങളോടെന്ന പോലെ പെരുമാറുന്ന ശുദ്ധഹൃദയനായ മനുഷ്യൻ അതിവേഗത്തിൽ ഭഗവാന് പ്രിയങ്കരനായി തീരും. അപ്പൊ ജീവചൈതന്യങ്ങളിൽ ഒന്നിനും ഒരു തരത്തിലും വിഷമമുണ്ടാക്കാതെ ഒരു സ്നേഹമുള്ള പിതാവ് സന്താനങ്ങളോടെന്ന പോലെ പെരുമാറുന്ന ശുദ്ധഹൃദയനായ മനുഷ്യൻ അതിവേഗത്തിൽ ഭഗവാന് പ്രിയപ്പെട്ടവനായിരിക്കും തീരും. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ജീവാത്മാക്കള്, പലതരത്തിലുള്ള ജീവാത്മാക്കൾ ഉണ്ട് അല്ലെ. നമ്മൾ മനുഷ്യര് 4 ലക്ഷം, അതുകൂടാതെ 80 ലക്ഷം വേറെയുണ്ട്. നമ്മൾ എല്ലാവരോടും എങ്ങനെയായിരിക്കണം? നമ്മളെല്ലാവരോടും ആ ഒരു എന്താ പറയാ, ഒരേ രീതിയിൽ ഒരു മനോഭാവം നമുക്ക് ഉണ്ടാവണം. നമ്മളെ പോലെ തന്നെയുള്ള ജീവാത്മാക്കളാണ് അതെല്ലാതും. നമുക്കറിയാം ഈ ജന്മം നമുക്ക് ഈ ഒരു ശരീരം ലഭിച്ചു. നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തു പോയ കർമ്മത്തിന്റെ ഫലമായിട്ട് നമുക്ക് ഈ ജന്മം ഒരു മനുഷ്യ ശരീരം ലഭിച്ചു. ആ ജീവാത്മാവ് ചെയ്ത കർമ്മം അനുസരിച്ച് അതിന് മൃഗത്തിന്റെയോ പക്ഷിയുടെയോ സസ്യത്തിന്റെയോ ഒക്കെ ശരീരം ലഭിച്ചു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് ആ ജീവാത്മാക്കള് വ്യത്യാസം അതാണെന്നുള്ളത് ആർക്കറിയാൻ സാധിക്കും? ഒരു ഭക്തൻ അറിയാനായിട്ട് സാധിക്കും. അപ്പൊ എപ്രകാരമാണോ എന്താ പറയാ ഒറ്റ ജീവചൈതന്യങ്ങൾ ഒന്നിനും തരത്തിലും വിഷമം ഉണ്ടാക്കാതെ ഒരു സ്നേഹമുള്ള പിതാവ് സന്താനങ്ങളോട് പെരുമാറുന്നത്, അതേപോലെ ശുദ്ധഹൃദയനായ മനുഷ്യൻ അതിവേഗത്തിൽ ഭഗവാന് പ്രിയപ്പെട്ടവനായിട്ട് മാറും. അപ്പൊ അങ്ങനെ, അതായത് പരിഷ്കൃതൻ എന്ന് വിശേഷിപ്പിക്കുന്ന സമൂഹത്തിൽ ജീവികളോടുള്ള ക്രൂരതയ്ക്കെതിരായി പ്രഭാഷണം നടത്തുക പതിവാണ്. അതേസമയം സ്ഥിരമായി കശാപ്പുശാലകൾ എങ്ങും കാണുന്നുണ്ട്. വൈഷ്ണവന്റെ രീതി ഇതുപോലെയല്ല. വൈഷ്ണവൻ ഒരിക്കലും ജന്തുഹിംസയെ അനുകൂലിക്കുന്നില്ല. ഒറ്റ ജീവിയെയും വേദനിപ്പിക്കാൻ ആരാഗ്രഹിക്കുന്നില്ല. ഒരു വൈഷ്ണവൻ ആഗ്രഹിക്കുന്നില്ല. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, വഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധോഭ്യവ പതിതാനാം വൈഷ്ണവേഭ്യോ നമഃ. प्रभुपाद की जय, गुरुदेव की जय, निताय गौर प्रेमानंदे, हरि हरि बोल, हरे कृष्ण. ഹരേ കൃഷ്ണ. അപ്പോ നമ്മൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഒരധ്യയെന്ന് പറ്റുള്ളൂ, അടുത്തെന്തായാലും ഉണ്ടാവില്ല. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം നമുക്ക്. അടുത്ത 2 പേജേ ഉള്ളെന്ന് കണ്ടോണ്ടാ മാതാജി ഒന്നിച്ചിട്ട് എല്ലായിടത്തില്ലേ. പക്ഷെ ക്വസ്റ്റ്യൻ ഇത് ചെയ്തു വരുമ്പോ ക്വസ്റ്റ്യൻ ആൻസർ ഏറെ ഉണ്ട്. പക്ഷെ 18 എണ്ണം ഉണ്ട്. അപ്പൊ അത് നോക്കാം നമുക്ക്. ഹരേ കൃഷ്ണ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചോളൂ. ഭാഗവതം 11 സ്കന്ധം 3 അധ്യായത്തിൽ കവിത്വം
മഹാരാജാവിനോട് പറയുന്നത്. എന്താണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടു. ഭാഗവതം 11:3-21 പ്രബുദ്ധ മഹർഷി നിമി മഹാരാജാവിനോട് പറയുന്നത് എന്താ പറയുന്നത്? രാജൻ, ലോകത്ത് സുഖമില്ലെന്നുള്ള സത്യം ഉറപ്പുവരുത്തുക. കഷ്ടപ്പാടുകൾ നിറഞ്ഞ അവസ്ഥ മാത്രമല്ല, അധിക ലോകത്ത് സുഖമുണ്ട് പറ്റും. അതായത് എന്താ അവിടെ പറയുന്നത്? പ്രബുദ്ധ മഹർഷി നിമി മഹാരാജാവിനോട് പറയാണ്, രാജൻ, ഭൗതിക ലോകത്ത് സുഖമില്ലെന്നുള്ള സത്യം ഉറപ്പുവരുത്തുക. കഷ്ടപ്പാടുകൾ നിറഞ്ഞ അവസ്ഥ മാത്രമാണ് ഈ ഭൗതിക ലോകത്ത്. സുഖമുണ്ടെന്നുള്ള ധാരണ ചിന്തിക്കുന്നത് തന്നെ തെറ്റ്. യഥാർത്ഥ സുഖം നേടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരു ആത്മീയ ആചാര്യനെ കണ്ടെത്തി അദ്ദേഹത്തിൽ നിന്ന് ചര്യാക്രമം മനസ്സിലാക്കി, ആ തത്വങ്ങൾ മനസ്സിലാക്കി അദ്ദേഹത്തിൽ അഭയം തേടണം. മതഗ്രന്ഥങ്ങളിലെ നിഗമനങ്ങൾ മനസ്സിലാക്കുകയും ചർച്ചകളും സംവാദങ്ങളും വഴി നിഗമനങ്ങൾ മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്തുകയും ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കുക എന്നതാണ് യഥാർത്ഥ ഗുരുവിന്റെ യോഗ്യത. ഭൗതിക പരിഗണനകളെല്ലാം മാറ്റിവെച്ച് ഭഗവാനിൽ ആത്മാർപ്പണം നടത്തിയ മഹാത്മാക്കളെല്ലാം യഥാർത്ഥ ഗുരുക്കന്മാരാണ്. ആത്മീയമായ പരമത്തിലേക്ക് സ്വയം പിടിച്ചുവിടുക. രണ്ടാമത്തെ ക്വസ്റ്റ്യനും അത് തന്നെയാണെന്ന് തോന്നുന്നു ആൻസർ. പിന്നെ ഒരു യഥാർത്ഥ ഗുരുവിന്റെ യോഗ്യത. ഒരു യഥാർത്ഥ ഗുരുവിന്റെ യോഗ്യത. യഥാർത്ഥ സുഖം നേടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരു യഥാർത്ഥ ആത്മീയ ആചാര്യനെ കണ്ടെത്തി അദ്ദേഹത്തിൽ നിന്ന് ചര്യാക്രമം മനസ്സിലാക്കി അദ്ദേഹത്തിൽ അഭയം തേടണം. മതഗ്രന്ഥങ്ങളിലെ നിഗമനങ്ങൾ അതല്ലേ മാതാജി? അതല്ല, അടുത്ത പാരഗ്രാഫിൽ പറയുന്നുണ്ടല്ലോ, നമുക്ക് അറിയാവുന്നല്ലേ. ഒന്നാം കിട ആത്മീയ ഗുരുവായി സ്വീകരിക്കുന്ന സാരം, അതായത് ജനനേന്ദ്രിയം, ജിഹ്വ, ഉദരം, ശ്രോത്രം, മനസ്സ്, ഇന്ദ്രിയ സംതൃപ്തനെ നിൽക്കുന്ന മധ്യവർത്തികൾ അഥവാ സഹായികൾ, ഇവയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞ ആർക്കും ലോകത്തെവിടെയും ശിഷ്യന്മാരെ സ്വീകരിക്കാം. ആത്മീയ ജീവിതത്തിന്റെ പുരോഗതിയിൽ നിർണായകമായ ഒരു ഘട്ടമാണ് ഇത്തരം ഒരു ആത്മീയ ആചാര്യനെ സ്വീകരിക്കുക എന്നത്. അങ്ങനെ ഈ ഒരു ആത്മീയ ആചാര്യന്റെ ആശ്രയം കണ്ടെത്താൻ ഭാഗ്യം സിദ്ധിക്കുന്നവർ ഉപദേശാമൃതത്തിലെ ഫസ്റ്റ് അതാണ് ഈ പറഞ്ഞിരുന്നത്, വായിച്ചത് ഞാൻ. ഉപദേശാമൃതത്തിന്റെ ശക്തികളുടെ സ്വാധീനത്തെ കീഴ്പ്പെടുത്താത്ത ആളെന്നുള്ളത് ഇതാണ് യഥാർത്ഥ. അതാണ് പറയുന്നത് കേട്ടോ. പിന്നെ അടുത്തത്, എങ്ങനെയുള്ള ഒരു വ്യക്തിയെ ആരും ആത്മീയ ഗുരുവായിട്ട് സ്വീകരിക്കാൻ പാടില്ല? മതപരമായ അനുശാസന എന്തെന്നറിഞ്ഞുകൂടാത്ത, സംശയിക്കത്തക്ക സ്വഭാവമുള്ള, ഭക്തിയുത സേവനത്തിന്റെ തത്വങ്ങൾ അനുസരിക്കാത്ത, ഐന്ദ്രിയ സംതൃപ്തന് സഹായിയായി വർത്തിക്കുന്ന 6 ശക്തികളുടെ സ്വാധീനത്തെ കീഴ്പ്പെടുത്താത്ത ഒരു ഒന്നാംകിട വങ്കനെ ആരും ആത്മീയ ഗുരുവായി സ്വീകരിക്കരുത്. അതല്ലേ മാതാജി ആ ഒന്നാമത്തെ? എന്തോ എവിടെയാണ് അതിന്റെ ആൻസർ? എവിടെയാണ്? 77-ാമത്തെ പേജില് രണ്ടാമത്തെ പാരഗ്രാഫ്. മതപരമായ അനുശാസനം എന്തെന്നറിഞ്ഞുകൂടാത്ത. ആദ്യം തന്നെ കാണുന്നുണ്ട്. ഓക്കെ. അതിനുശേഷമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ ആദ്യം തന്നെ പറയണത് നിയന്ത്രിക്കാൻ സാധിക്കാത്ത, അത് രണ്ടാമത്തേത് പറയുന്നുണ്ട്, ആൻസർ പറയുന്നുണ്ട്. അപ്പൊ മൂന്നാമത്തെ ആൻസർ അതിന്റെ മേലെ തന്നെ പറയുന്നുണ്ട്. ആ പാരഗ്രാഫ് തുടങ്ങുന്നത് മൂന്നാമത്തെ ആൻസർ. അതിന് അതായത് മതപരമായ അനുശാസനം, കർമ്മശാസ്ത്രങ്ങൾ അറിയാത്തവര്, സംശയിക്കത്തക്ക സ്വഭാവമുള്ള, ഭക്തിയുടെ സേവനത്തിന്റെ തത്വങ്ങൾ അനുസരിക്കാത്ത, ഇന്ദ്രിയ സംതൃപ്തനത്തിന് സഹായിയായി വർത്തിക്കുന്ന 6 ശക്തികളുടെ സ്വാധീനത്തെ കീഴ്പ്പെടുത്താത്ത ഒന്നാംകിട വങ്കനെ ആരും ഗുരുവായിട്ട് സ്വീകരിക്കാൻ പാടില്ല. ശ്രീമദ് ഭാഗവതം 11-ാം സ്കന്ധം 7-ാം അധ്യായം 27 കൃഷ്ണൻ ഉദ്ധവനോട് പറയുന്നത് എന്താണ്? ആത്മീയ ഗുരുവിനെ എന്റെ പ്രതിനിധിയല്ല, ഞാനായിട്ട് തന്നെ വേണം സ്വീകരിക്കാൻ. അല്ലെ പറയണത്? ആത്മീയ ഗുരു എന്ന് പറയുന്നത് പ്രതിനിധിയല്ല, ഞാൻ തന്നെയാണെന്നാ പറയണ ഭഗവാൻ. ആത്മീയ ഗുരു എന്ന് പറയുന്നത് പ്രതിനിധിയല്ല, ഞാൻ തന്നെയാണെന്ന് വേണം, ഞാനായിട്ട് വേണം സ്വീകരിക്കാൻ. ആരാണ് സഹജിയാക്കൾ? പറഞ്ഞിട്ടുണ്ടാവില്ല അത്? പ്രമാണങ്ങളെയും വേദഗ്രന്ഥങ്ങളെയും അനുസരിക്കാത്തവർ, അതായത് എല്ലാത്തിനും നിസ്സാരമായിട്ട് കാണുന്നവര്. അവര് വേദങ്ങളെ അനുശാസിക്കുന്നില്ല, പ്രമാണങ്ങളും അനുസരിക്കുന്നില്ല, അവരുടേതായിട്ടുള്ള കൃത്രിമമായിട്ടുള്ള ആശയങ്ങൾ പുലർത്തി അതിനനുസരിച്ച് പോകുന്നവരാണ് ആര്? സഹജിയാക്കൾ എന്ന് പറയുന്നത്.
അതായത് ശാസ്ത്രങ്ങളോ പ്രമാണങ്ങളോ ഗ്രന്ഥങ്ങളോ അനുസരിക്കാതെ തന്നിഷ്ടപ്രകാരം നിയമങ്ങൾ ഉണ്ടാക്കി അതനുസരിച്ച് പോകുന്നവരെ നമുക്ക് എന്ത് പറയാം? സഹജിയാക്കൾ എന്ന് പറയാം. മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നവരാണ് അവര്, ശല്യം ഉണ്ടാക്കുന്നവരാണ്. അടുത്തത്, പുണ്യഭൂമിയിലെ വാസം കൊണ്ട് എന്തെല്ലാം നേടാമെന്നാണ് സ്കന്ദപുരാണം പറയുന്നത്? വൈകുണ്ഠലോകവും സാരൂപ്യമുക്തി തുടങ്ങിയ സർവ്വലോകങ്ങളും കാത്തിരിക്കുകയാണ് സ്കന്ദപുരാണം പറയുന്നത്. ദ്വാരകയിൽ 6 മാസം ദ്വാരകയിലെ 6 മാസം അല്ലെങ്കിൽ 1 മാസം 1 പക്ഷം താമസിക്കുന്നവർക്കായിട്ട് വൈകുണ്ഠലോകം, പിന്നെ സാരൂപ്യമുക്തി, സർവ്വലാഭം സ്കന്ദപുരാണം പറയുന്നു. ഗംഗാനദിയുടെ പ്രാധാന്യത്തെ പറ്റി സൂതഗോസ്വാമി വ്യക്തമാക്കിയത് എന്താണ്? പാതാരബിന്ദങ്ങളിൽ അർപ്പിക്കപ്പെട്ട തുളസിപ്പൂവിന്റെ ഗന്ധമാണ് ഗംഗാനദിയിലെ ജലത്തിൽ. അങ്ങനെ ഗംഗാനദി സദാ ഒഴുകിക്കൊണ്ട് ഭഗവാൻ കൃഷ്ണന്റെ ഐശ്വര്യങ്ങളും പ്രചരിപ്പിക്കുന്നു. ഗംഗാജലം ഒഴുകിയെത്തുന്നിടത്തെല്ലാം എല്ലാ ജനങ്ങളും ബാഹ്യമായും ആന്തരികമായും പൗത്രീകരിക്കപ്പെടുന്നു. ഗംഗാനദിയുടെ പ്രത്യേകത നമുക്ക് മനസ്സിലായി അല്ലെ? ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അർപ്പിക്കപ്പെട്ട തുളസിപ്പൂവിന്റെ ഗന്ധമാണ് ആ ജലത്തിന്. അത് എവിടെയാണ്? ഒഴുകുന്ന സ്ഥലത്തൊക്കെ ഭഗവാന്റെ കീർത്തിയും പ്രശസ്തിയും പരത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഐശ്വര്യങ്ങളും പ്രചരിപ്പിക്കുന്നു. അവിടെയുള്ള ജനങ്ങൾക്ക് ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും എന്ത് സാധിക്കും? പവിത്രീകരണം കൂടിയിട്ട് നടക്കുകയാണ് ചെയ്യുന്നത്. മാതാജി, ഇത് ഭാഗവതത്തിലെ ക്വസ്റ്റ്യൻ ആൻസറാ പറയുന്നത്? ഭക്തിരസാമൃത സിന്ധുല ക്വസ്റ്റ്യൻസ് അത് ഭാഗവതത്തിന്റെ പോയിന്റ്സ് ഇതിൽ വരുന്നുണ്ട് മാതാജി. മൂന്നാമത്തതിന്റെ ആണോ? 3 കഴിഞ്ഞു, 7 കഴിഞ്ഞു, 8ാമത്തെ പറയാൻ പോണു. ആവശ്യം വേണ്ടത് മാത്രം സ്വീകരിക്കൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഭക്തിയുത സേവനത്തിന്റെ തത്വങ്ങൾ നിഷേധിക്കരുതെന്നും തനിക്കാവുന്നതിൽ കൂടുതലായി ഭക്തി സേവനത്തിന്റെ തീരുമാനങ്ങളെ കൈക്കൊള്ളരുതെന്നും അത് എഴുതിയാൽ മതിയോ മാതാജി? അതോ ഭക്തിയുത സേവനം ഗൗരവമായിട്ട് എടുത്തിട്ടുള്ളവർ അത്യാവശ്യം വേണ്ടതിൽ കവിഞ്ഞൊരു സാധനവും സ്വീകരിക്കരുത്. ആവശ്യം വേണ്ടത് മാത്രം സ്വീകരിക്കുക എന്ന് പറയുന്നത് അതാണ് അല്ലെ? ആവശ്യം വേണ്ടത് മാത്രം സ്വീകരിക്കൽ എന്നുകൊണ്ട് അർത്ഥാക്കുന്നത് ഭക്തിയുടെ സേവനത്തിൽ ഗൗരവമായി അത്യാവശ്യം വേണ്ടതിൽ കവിഞ്ഞ് ഒന്നും സ്വീകരിക്കരുത്. അതായത് ഭക്തിയുടെ സേവനത്തിന്റെ തത്വങ്ങൾ നിഷേധിക്കാനും പാടില്ല, തനിക്കാവുന്നതിൽ കൂടുതൽ ഭക്തിയുടെ സേവനത്തിന്റെ തീരുമാനങ്ങൾ കൈക്കൊള്ളാനും പാടില്ല. നമുക്ക് സാധിക്കുന്നത് മാത്രമേ നമ്മൾ ചെയ്യാനും പാടുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാനും പാടില്ല? ഭക്തിയുടെ സേവനത്തിന്റെ തത്വങ്ങൾ നിഷേധിക്കാനും പാടില്ല എന്നുള്ളതാണ് ആവശ്യം വേണ്ടത് മാത്രം സ്വീകരിക്കൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആത്മീയ ജീവിതത്തിൽ നിഷ്ഠയുടെ പ്രാധാന്യം എന്താണ്? ആത്മീയ ജീവിതത്തിൽ എടുത്ത തീരുമാനം 16 മാനാന്നുള്ളത് അങ്ങനെയുള്ളത് തീരുമാനം തെറ്റിക്കാൻ പാടില്ല. ഒരു ദിവസം കുറച്ചാണ് ചൊല്ലുന്നതെങ്കിൽ പിന്നീട് അത് കൂട്ടി 16 എന്നുള്ളത് പാലിച്ചിരിക്കണം. പിന്നെ ഒരിക്കലും ഭംഗം വരുത്തരുതെന്നതിന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. അതല്ലേ സംസാരിക്കുന്നവരൊന്നും മ്യൂട്ട് ചെയ്തിക്കട്ടെ. എത്ര മ്യൂട്ട് ചെയ്താലും അവരങ്ങ് അൺമ്യൂട്ട് ചെയ്യുമോ മാതാജി? എന്നിട്ടും സംസാരം അവർ ശ്രദ്ധിക്കുന്നേ ഇല്ലത്. അത് ചിലപ്പോ അറിയാൻ കൈ തെറ്റിട്ട് വരുന്നതായിരിക്കും. പക്ഷെ സംസാരിക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. കാരണം അല്ലെങ്കിൽ നമ്മളിവിടെ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബ് ആവില്ലത്. അപ്പൊ എന്താ സംഭവം? ഇവിടെ എന്താ പറഞ്ഞത്? നമ്മള് നിഷ്ഠയുടെ പ്രാധാന്യം. അപ്പൊ നിഷ്ഠ നമുക്കറിയാം. നമ്മൾ ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു തീരുമാനം എടുത്താൽ നമ്മൾ അത് പാലിക്കണം. അതാണ് നമുക്ക് നിഷ്ഠ എന്ന് പറയുന്നത് അല്ലെ? നമ്മൾ ആ ആത്മീയ ജീവിതത്തിൽ നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ നമ്മൾ അത് പാലിച്ചു കൊണ്ടുപോകും. അതിനാണ് നിഷ്ഠ എന്ന് പറയുന്നത്. ആ നിഷ്ഠയുടെ പ്രാധാന്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നിഷ്ഠ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്താവും? ഉപേക്ഷക്കാരനായിട്ട് മാറും. നമുക്ക് ആ വ്രതത്തിന് ഭംഗം വരും. നമ്മൾ ഭക്തിയുടെ സേവനത്തിൽ നമ്മൾ ചെയ്യുന്നത് ഒരു കുറ്റമായിട്ട് മാറും. ആ തെറ്റിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് പിന്നെ ചെയ്യുന്നത്. നിഷ്ഠ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താണ്? അതിനെ ചെയ്തുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഭക്തിയുടെ സേവനത്തില് മുന്നേറാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ തീരുമാനിച്ചിരിക്കുന്ന നമ്മൾ പറഞ്ഞിരിക്കുന്ന എത്രയാണോ അത് നമ്മൾ പാലിച്ചു പോകണം, ചെയ്തു പോകണം. അതാണ് ആ നിഷ്ഠയുടെ പ്രാധാന്യം അവിടെ പറയുന്നത്. കഷ്ടായി പോയി. എന്താ മാതാജി, ഇവിടെയാണോ അത് അവിടെയാണോ? ഹരേ കൃഷ്ണ.
അടുത്തത് ഉപവാസ ദിവസം ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്താണ്? ഗോവിന്ദ സ്മരണവും തിരുനാമ ജപവും. നാമജപവും ഗോവിന്ദ സ്മരണം അല്ലെ. ഉപവാസ ദിവസം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാന്റെ നാമം ജപിക്കാൻ പറ്റുന്നിടത്തോളം ജപിക്കുക, ഭഗവാനെ സ്മരിക്കാൻ പറ്റുന്നിടത്തോളം സ്മരിക്കുക. ഇത് രണ്ടും നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മൾ ഭഗവത്ഗീതയും വായിക്കുന്നുണ്ട്, നാമവും ജപിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മളത് പറ്റാവുന്നിടത്തോളം കൂട്ടാൻ മാത്രം നോക്കുക. ഒരു ഭക്തന്റെ പൂർവ്വ പാപങ്ങളുടെ ശക്തി കുറയ്ക്കാൻ സഹായിക്കുന്നത് എന്തെല്ലാമാണ്? ഭക്തന്മാർ തുളസിച്ചെടിക്കും നെല്ലിവൃക്ഷത്തിനും വെള്ളം ഒഴിക്കണം, ഗോക്കളെയും ബ്രാഹ്മണരെയും പൂജിക്കണം, വൈഷ്ണവരെ പ്രണമിക്കുകയും അവരെ ധ്യാനിക്കുകയും വേണം. അപ്പൊ പൂർവ്വ പാപങ്ങളുടെ ശക്തി കുറയ്ക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? തുളസിച്ചെടിക്ക് ഡെയിലി വെള്ളം ഒഴിക്കുക, നെല്ലി വൃക്ഷത്തിന് വെള്ളം ഒഴിക്കുക, പിന്നെ ഗോക്കളെയും ബ്രാഹ്മണരെയും പൂജിക്കുക. ഇത് 4 കാര്യം. പിന്നെ വൈഷ്ണവരെ പ്രണമിക്കുക, ധ്യാനിക്കുക. ഇത് നമ്മൾ എന്ത് ചെയ്യും? പൂർവ്വ പാപങ്ങളുടെ ശക്തി കുറയ്ക്കാനായിട്ട് സഹായിക്കും. നമ്മൾ പറയും ആചാര്യന്മാര്, അതായത് ഇപ്പൊ നമ്മള് പറയുന്ന ഗുരുക്കന്മാരുണ്ടല്ലോ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ശ്രീല പ്രഭുപാദരുടെ ഗുരു ജയപതാക സ്വാമി മഹാരാജ്, അങ്ങനത്തെ ഇവരൊക്കെ മഹാരാജ് എന്നവരൊക്കെ പറയാം. അവരൊരു ദൃഷ്ടി നമുക്ക് കിട്ടിയാൽ മതി എന്നറിയും. അപ്പൊ നമുക്ക് അത്രയും നമുക്കത് എനർജിയാണ് ഭയങ്കര. കാരണം അവരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സാധന ചെയ്യുന്ന അങ്ങനത്തെ ഭക്തന്മാരാണ് അവരൊക്കെ. അവരൊക്കെ നമ്മളൊന്ന് നോക്കിയാൽ മതി, നമുക്ക് അതിന്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും എന്ന് പറയും. നമ്മളെ ഗുരുക്കന്മാരെന്നൊരാരായിരിക്കും? എങ്ങനെ? നമുക്കൊരു ഗുരുക്കന്മാര് വേണമെന്നുണ്ടല്ലോ ഇതെല്ലാം ചെയ്യുന്നതിന്. അന്നേരം മാതാജി ആയിരിക്കും ഗുരുക്കന്മാര്? അല്ല, ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കായി ഒരു അറിവ് പകർന്നു തരാ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരാണ്. അപ്പൊ പറഞ്ഞു തരുമ്പോ പിന്നെ നമ്മൾ ചിന്തിക്കുകയാണ് നമുക്കൊരു ഗുരു വേണോ വേണ്ടേ എന്ന് നമ്മൾ ചിന്തിക്കും അല്ലെ. അപ്പൊ ആ അറിവ് പകർന്നു തന്നത് ഞാനിപ്പോ പറഞ്ഞു തരാണ്. ഇനി നിങ്ങൾ തീരുമാനിക്കുകയാണ് എനിക്കൊരു ഗുരു വേണം. പക്ഷെ നമ്മളിപ്പോ ആഗ്രഹിച്ചാലും നമുക്കത് നടക്കണമെന്നില്ല, ആഗ്രഹിക്കാത്തവർക്ക് നടക്കുകയും ചെയ്യും. കാരണം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കുറെ ജന്മങ്ങളായിട്ടുള്ള നമുക്കൊരു കണക്ഷനാണ് ഇതൊക്കെ. നമുക്കൊരു ഗുരുവിനെ കിട്ടുന്നത് നമ്മൾ ഈ ഒരു ജന്മത്തിൽ ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമല്ല, പല ജന്മങ്ങളിലായിട്ടുള്ള നമ്മളൊരു ബന്ധമാണ്. ചിലപ്പോ ഞാൻ പറയില്ല 20-25 വർഷമായിട്ടും ഈ ഇതില് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ളൊരു വച്ചിട്ടുണ്ടാവില്ല ചിലവർക്ക്. അങ്ങനെയുണ്ട്. നമ്മൾ അതിനെല്ലാതും വന്നാലും നമുക്കത് ശരിയായിട്ട് വരണം എന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അതിന്റെ വഴി കാണിച്ചു തരാണ്. പിന്നെ നമ്മൾ തീരുമാനിക്കും. അപ്പൊ നമുക്ക് പറയണത് ഗുരുവിനെ നമുക്ക് തേടിപ്പോണ്ടി വരില്ല ഒരിക്കലും. നമ്മളെ സമയം നമ്മളെ മുന്നിലേക്ക് വരും. നമുക്കൊരു ഗുരു ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് എത്തും. നമുക്ക് തോന്നും നമുക്കൊരു ഗുരുവിനെ വേണം എന്ന് തോന്നുമ്പോ, നമ്മൾ ആഗ്രഹിക്കുമ്പോ നമ്മളെ മുന്നിലേക്ക് എത്തും. അങ്ങനെയാണ് ഗുരുവിന്റെ കാര്യം വരുന്നത്. നമുക്ക് ദീക്ഷ എടുക്കുമ്പോൾ കിട്ടത്തില്ലേ മാതാജി? എന്ത്? ദീക്ഷ എടുക്കുന്ന സമയത്ത് നമുക്ക് ഗുരു അല്ലേ തരുന്നേ? അതെ, പക്ഷെ ആ ദീക്ഷയിലേക്ക് എത്താനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കില്ല എന്നാ മാതാജി ഞാൻ പറഞ്ഞത്. ഹരേ കൃഷ്ണ. നമ്മൾ ആഗ്രഹിച്ചാലും നമുക്കത് നടക്കണമെങ്കിൽ നമുക്കത് ഉണ്ടെങ്കിലാണ് നമുക്കത് പറ്റുന്നത്. 25 വർഷമായിട്ടും ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് നടക്കാത്ത കുറെ പേര് നമുക്കറിയാൻ പറ്റും. അവർക്ക് എല്ലാം റെഡി ആയിരിക്കും, പക്ഷെ എന്തെങ്കിലും കാരണങ്ങൾ വന്നുകൊണ്ട് അവർക്കത് മുടങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അവർക്ക് അതിനുള്ള സമയമായിട്ടില്ല. ചിലവര് ഒന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല, പെട്ടെന്നായിരിക്കും അവർക്ക് നടക്കുന്നത്. കാരണം അവര് കഴിഞ്ഞ ജന്മത്തിൽ അത്രയും ചെയ്തു വെച്ചിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് പെട്ടെന്നായിരിക്കും കിട്ടുന്നുണ്ടാവുക. അങ്ങനെ. ഇനി എന്താണ്? വേഗം വായിക്കാം, നമുക്ക് 8 ഭക്തി ശൂന്യരിലെ 2 തരക്കാരാണ്. ഏതാണ്? ഭക്തി ശൂന്യരിലെ 2 തരക്കാരാണ്. എന്തൊക്കെയാണ്? കൃഷ്ണന്റെ സർവേശ്വരത്തെ എതിർക്കുന്നവരും ഭൗതികവാദികളും. ഒന്ന് ഭൗതികവാദി, ഒന്ന് ഭഗവാന്റെ സർവേശ്വരത്തെ എതിർക്കുന്നവര്. പിന്നെ വന്നിട്ട് അടുത്തത് കാത്യായന സംഹിതയിൽ പറയുന്നത് എന്താണ്? ഭഗവാന്റെ സർവാധീശത്തെ എന്നും നിഷേധിക്കുന്ന ഭക്തിഹീനന്മാരുമായി സഹവഹിക്കുന്നതിനേക്കാൾ ഭേദം കാരാഗ്രഹത്തിലോ ജ്വലിക്കുന്ന അഗ്നികുണ്ഡത്തിലോ കഴിയുകയാണ് കാത്യായന സംഹിത പറയുന്നത്. പിന്നെ എങ്ങനെയുള്ളവരെ എല്ലാം ഭക്തന്മാരുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റില്ല? ദേവന്മാരുടെ ഉത്തമ ഭക്തന്മാരാണെങ്കിൽ കൂടി അവർ ഏതെങ്കിലും ഭൗതിക ലാഭം ഉദ്ദേശിച്ച് ദേവന്മാരെ ആരാധിക്കുന്ന വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പറയുന്ന അവർ ദേവന്മാരുടെ ഉത്തമ ഭക്തന്മാരാണെങ്കിൽ കൂടിയും അവരെ ഭക്തിഹീനന്മാരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഭക്തന്മാരുടെ കൂട്ടത്തിൽ അവരെ പരിഗണിക്കത്തില്ല. ഭഗവത്ഗീതയിൽ ഭഗവാനെ ആരാധിക്കുന്നവരെ കുറിച്ചും ദേവോപാസകരെ കുറിച്ചും പറയുന്നത് എന്താണ്? ദേവന്മാരെ ആരാധിക്കുന്നവർ ആത്യന്തികമായി എത്തുന്നത് ദേവന്മാരുടെ ലോകത്ത് തന്നെയായിരിക്കും. ഭഗവാനെ ആരാധിക്കുന്നവർ ഭഗവത്ധാമത്തിലെത്തും.
ശ്രീമദ് ഭാഗവതം 7:13-8 എന്താ പറയുന്നത്? സന്യാസം സ്വീകരിച്ചാൽ അയോഗ്യരെ ശിഷ്യന്മാരായി സ്വീകരിക്കരുത്. സന്യാസികള് അയോഗ്യരായ ശിഷ്യന്മാരെ സ്വീകരിക്കാൻ പാടില്ല. എന്ത് ചെയ്യണം? ആദ്യം പരീക്ഷിക്കണം. അവര് യഥാർത്ഥത്തിൽ കൃഷ്ണാവബോധമാണെന്ന് പരീക്ഷിച്ച് അതില് അവര് വിജയിച്ചാൽ മാത്രമേ അവരെ ശിഷ്യനായിട്ട് സ്വീകരിക്കാനായിട്ട് പാടുള്ളൂ. ദേവതാരാധനയെ കുറിച്ച് എന്താണ് പറയുന്നത്? ദേവന്മാരെ ഒരിക്കലും നിന്ദിക്കാൻ പാടില്ല. ഒരാൾ ദേവന്മാരുടെ ആരാധകനല്ലായിരിക്കും എന്ന് വെച്ച് ദേവന്മാരെ നിന്ദിക്കാൻ അയാൾക്ക് അവകാശമില്ല. നമുക്ക് ദേവന്മാരെ നിന്ദിക്കാനുള്ള അവകാശമില്ല. അടുത്തത്, ജീവചൈതന്യങ്ങളിൽ ഒന്നിനെയും വേദനിപ്പിക്കരുത് എന്ന് പറയുന്നത് എന്നതിനെ കുറിച്ച് മഹാഭാരതം പറയുന്നത് എന്താണ്? ജീവചൈതന്യങ്ങളിൽ ഒന്നിനും ഒരു തരത്തിലും വിഷമമുണ്ടാക്കാതെ സ്നേഹമുള്ള പിതാവ് സന്താനങ്ങളോട് എന്ന പോലെ പെരുമാറുന്ന ശുദ്ധ ഹൃദയനായ മനുഷ്യൻ